അതേ കൊരങ്ങനെ ഏണി വെച്ചു കൊടുക്കുന്ന നിലക്ക് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസമതാ ഒരു മൗലവി നിന്നുകൊണ്ട് പറയുന്നു, ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന് പറയുന്ന ആ മനുഷ്യൻ, അയാളാരാ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് പറയുന്ന തൗഹീദിന്റെ പടഹധ്വനി മുഴക്കിയിട്ടുള്ള മഹാരഥനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ മുർത്തദ് എന്ന് പറയുന്നയാള്, മതത്തിൽ നിന്ന് പോയവനെന്ന് പറയുന്നയാള്, ളാല്ലെന്ന് വിളിക്കുന്നയാള്, പിഴച്ചവനാണ്, പിഴപ്പിക്കുന്നവനാണെന്ന് വിളിക്കുന്നയാളാണ്. അതേ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയുടെ പള്ളിയിലേക്ക് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോകുന്നു, മഗ്രിബ് നിസ്കരിക്കുന്നു, അയാളുടെ പിന്നിൽ തന്നെ തുടർന്ന് നിസ്കരിക്കുന്നു. നിസ്കാര ശേഷം ഇയാളെ വന്ന് കെട്ടിപ്പിടിക്കുന്നു, പരസ്പരം പുകഴ്ത്തുന്നു, പല ചർച്ചകളും നടക്കുന്നു. എന്തിനാ സമ്മേളനത്തിൽ അത് പറഞ്ഞത്? എതിരാളി എത്ര ശക്തനാണെങ്കിലും, എത്ര വലിയ അഭിപ്രായ വ്യത്യാസമുള്ള എതിരാളിയാണെങ്കിലും അതേ സൗമ്യമായി വർത്തിക്കണം, നല്ല നിലക്ക് പെരുമാറണം, നല്ല നിലക്ക് ഗുണകാംക്ഷ കാണിക്കണം, നസീഹത്ത് മനസ്ഥിതി വേണം. ഒരിക്കലും ചീത്ത പറയല്ല, ഒരിക്കലും എതിര് പറയല്ല, ഒരിക്കലും ഭത്സിക്കല്ല എന്നൊരു സന്ദേശം കൊടുക്കുന്നു. മാത്രമല്ലല്ലോ, അതേ കഴിഞ്ഞ എൻ്റെ ചാവക്കാട് പ്രസംഗത്തിൽ ഈ ഉള്ളവൻ പറഞ്ഞു, ആ കഥ നിങ്ങൾ തള്ളിക്കളയേണ്ടതാണ്, ആ കഥ നിങ്ങൾ പിൻവലിക്കേണ്ടതുണ്ട്. കാരണം അത് സൂഫികൾ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കൾക്ക് മാർക്കറ്റ് ഉണ്ടാകാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരിൽ വെച്ച് കെട്ടിയ ഒരു കെട്ടുകഥ മാത്രമാകുന്നു. നമ്മൾ പറഞ്ഞു അത് പിൻവലിക്കണം, ആ കഥ അത് കള്ളക്കഥയാണ്. മാത്രല്ല നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ട് എന്ന് വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാലോ, ഏതുപോലെ ഇനി ഹദീസ് സഹിയാണെന്ന് വന്നാലോ, ഇതിന്റെ ചർച്ചയിന് വയ്ക്കുന്നില്ലേ? അതേപോലെ പറയട്ടെ, ഇനി ആ കഥ ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെയും നിങ്ങൾ കൊടുത്ത മെസ്സേജ് എന്താണ്? നമ്മുടെ ശത്രുവുമായി വളരെ നല്ല നിലക്ക് വർത്തിക്കണം, സൗമ്യനാകണമെന്നല്ലേ? ഓ പ്രിയപ്പെട്ട മൗലവി, നിങ്ങൾ ആ സമ്മേളനത്തിൽ നിങ്ങൾ ഈ കഥ എന്തിനു വേണ്ടി ഉദ്ധരിച്ചു? അത് ഉദ്ധരിച്ച് ഒരു മിനിറ്റ് തികയുന്നതിന്റെ മുമ്പേ നിങ്ങൾ കൊടുത്ത സന്ദേശത്തെ നിങ്ങൾ തന്നെ തകർത്ത് കളഞ്ഞില്ലേ? നിങ്ങൾ എതിരാളികളായി കാണുന്നവരെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നാവ് നീളമുണ്ടായാൽ പോരാ, ആയിരക്കണക്കിന് പ്രസംഗം നടത്തിയാൽ പോരാ, തഖ്വ വേണം, തസ്കിയത്ത് വേണം. അല്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേ കിതാബ് പഠിക്കണം, പഠിക്കാതെ സമൂഹത്തിന്റെ മുമ്പിൽ കൊരച്ച് ചാടരുതേ എന്നവരെയുള്ള വാക്കുകൾ പ്രയോഗിച്ചില്ലേ? അതേ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോട് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി അല്ലെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് ആ സമീപനങ്ങളൊക്കെ നല്ല നിലക്ക് ഇത്രയും കാണിച്ചു എന്ന് പറയുന്ന നിങ്ങളുടെ പ്രസംഗത്തിലെങ്കിലും നിങ്ങളെങ്കിലും ഇനി പുറത്ത് വെച്ച് വേണ്ട, അവിടെ വെച്ചെങ്കിലും അതൊന്ന് മാനിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന് കെട്ടിപ്പൊക്കിയ കള്ളക്കഥയുടെ സന്ദേശമൊന്ന് നിങ്ങളെങ്കിലും ഒന്ന് മാനിക്കാൻ തയ്യാറായോ മൗലവി? നിങ്ങൾക്കതിന് സാധിച്ചില്ലല്ലോ. കൊരച്ച് ചാടരുതെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പ്രസംഗം അവസാനിപ്പിച്ചത്? അപ്പൊ പിന്നെ എന്തിനാ കഥ പറഞ്ഞത്? നിങ്ങൾ പിന്നെ എന്തിനാ അത് പറഞ്ഞത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോട് വളരെ എതിർപ്പുള്ള ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയോട് വളരെ നല്ല നിലക്ക് വർത്തിച്ചു എന്ന് പറയാനാ നിങ്ങളത് കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങൾക്കത് ബാധകല്ലേ? നിങ്ങളുടെ എതിരാളികളായി നിങ്ങൾ എണ്ണിയ ആളുകൾക്കത് ബാധകല്ലേ? അവരെ ഇങ്ങനെ ഭത്സിക്കണമെന്നാണോ? അവരെ ചീത്ത പറയണമെന്നാണോ? അവരെ തസ്കിയത്തില്ലാത്തവരാക്കണമെന്നാണോ? അവരുടെ നാക്കിന് നീളം കൂടുതലാണെന്ന് പറയണമെന്നാണോ? സ്റ്റേജിലേക്കും സദസ്സിലേക്കും തസ്കിയത്ത് പറയുന്നു, സ്വന്തത്തോടത് പറയാത്തവരും ചെയ്യാത്തവരുമാണെന്ന് പറയാനാണോ? അഖ്ലാഖുൽ ഉലമാ എന്ന കിതാബോധി പഠിക്കാത്ത ജാഹിലുമാരാണെന്ന് പറയാനാണോ? കൊരച്ചു ചാടണം എന്ന് പറയാൻ വേണ്ടിയായിരുന്നു. എന്തു മാന്യതയായത്! അതുകൊണ്ട് ഇനിയും പറയുന്നു, ആ സിക്കന്ദരി ശൈഖിന്റെ കള്ളക്കഥ നിങ്ങൾ സ്വന്തം കൊണ്ട് നടന്നാൽ മതി. അത് മുജാഹിദ് കേരളത്തിന് വേണ്ട, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സന്ധി വേണ്ട. അതേ ആദർശം ഒരാളുടെ കാൽക്കൽ കൊണ്ടുപോയി പണയപ്പെടുത്തിക്കൊണ്ട് ഇനി മർക്കസിൽ പോയിട്ട് അവിടെ അസറോ മഗ്രിബോ ഇശയോ നിസ്കരിക്കാനോ, ഇനി വേണമെങ്കിൽ ഒന്ന് സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് മുടി ജ്യൂസ് കുടിക്കാനോ മുജാഹിദ് കേരളത്തെ കിട്ടൂ.
കിട്ടൂല. അയാളിപ്പോ മുടി ജ്യൂസും നിർത്തി. മുടിയുടെ ജ്യൂസ് മാത്രമല്ല, ഇപ്പൊ പറയുന്നു ഞങ്ങളുടെ മർക്കസിലെ വെള്ളത്തിന് ഇക്കുറി ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ മർക്കസിലെ വെള്ളം അതാ സംസം വെള്ളമാണ്. സംസം വെള്ളത്തിൽ ഞങ്ങൾ ആ മുടിയൊന്നിട്ട് ഇളക്കും, എന്നിട്ടത് വലിയ ചെമ്പിലേക്ക് ഒഴിക്കും. ആ വലിയ ചെമ്പിലേക്ക് ഞങ്ങൾ ഇക്കുറി പുതിയ ഒരു ചേരുവ കൂടി ജ്യൂസിൽ ചേർക്കുന്നുണ്ട്. അതേ എന്താണെന്നറിയാമോ? മദീനത്തെ മണ്ണ് കൂടി ചേർക്കുന്നു. മദീനത്തെ മണ്ണ് കൂടി ചേർക്കുന്ന മുടിമൺ ജ്യൂസാണ് ഇക്കുറി വിതരണം. കുടിച്ചോ, സൗഹാർദ്ദം പറയുന്നവരെ പോയി നിസ്കരിച്ചോ, തുടർന്നോ, കുടിച്ചോ. പക്ഷേ മുജാഹിദുകളെ, നിങ്ങൾ തയ്യാറുണ്ടോ ആ വെള്ളം കുടിക്കാൻ, അവിടെ പോയി തുടരാൻ, അവിടെ പോയി ആദർശം പണയപ്പെടുത്താൻ? മുജാഹിദുകളെ, നിങ്ങൾ തയ്യാറുണ്ടോ? ഇല്ല, ഒരൊറ്റ മുജാഹിദിനെയും അതിന് കിട്ടൂല. അതുകൊണ്ട് സിക്കന്ദരി ശൈഖിന്റെ കള്ളക്കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒന്നുകിൽ അത് തെളിയിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് പിൻവലിക്കേണ്ടതുണ്ട്. ആദർശപരമായി ആശയപരമായി നിങ്ങൾ നൽകിയ ഒരു ദുഷിച്ച സന്ദേശം അതിലുണ്ട് എന്നതുകൊണ്ടാണ് ഈ കാര്യത്തെ പറ്റി ഗൗരവമായിട്ട് ഉണർത്താനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നതാണ് ദീന്. അവിടുന്ന് നമ്മോട് കൽപ്പിച്ചതാണ് ആചാരങ്ങൾ. അവിടുന്ന് പഠിപ്പിച്ചു തരാത്ത ആചാരങ്ങൾ അത് അവിടുത്തോടുള്ള സ്നേഹവും മഹബത്തും അഭിനയിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് വേണ്ട. റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ അതേ പലയിടത്തു നിന്നും ശബ്ദം, മുമ്പില്ലാത്ത നിലക്കുള്ള പല ആചാരങ്ങളും കടന്നു വരുന്നു. പല സ്ഥലങ്ങളിലും അതാ ഇന്ന് മുമ്പില്ലാത്ത കാഴ്ചകൾ കാണുന്നു. വഴിയോരങ്ങളിലുള്ള പള്ളികൾ മുഴുവനും അതാ വൈവിധ്യമാർന്ന കളറിലുള്ള ലൈറ്റുകൾ കൊണ്ട് ഈ കൊല്ലം അലങ്കരിച്ച് കാണുന്നു. പുതിയ പരിപാടികളാണ്. അതുപോലെ തന്നെ ഇഷ്കേ നബി വരുന്നു, ഈദേ മീലാദ് വരുന്നു. പല രൂപത്തിലുള്ള ആഘോഷങ്ങളും സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. എന്തേ ഈ ആചാരം? സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ നമ്മളത് വേണ്ടെന്ന് പറയുന്നത്? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാത്തവൻ മുസ്ലിമാണോ? അവന് ഈമാനുണ്ടോ? അതെ, ഈ പറയുന്ന സമ്പ്രദായങ്ങളൊക്കെ എന്ന് കടന്നുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ണ് നിറയെ കണ്ടവർ, അവിടുത്തെ ശബ്ദം കേട്ടുകൊണ്ട് കാതുകൾക്ക് അനുഗ്രഹം കിട്ടിയവർ, അവിടുത്തെ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനെ ഇനി ഞങ്ങൾ എങ്ങനെ കാണും? മരിച്ചാൽ ഞങ്ങൾക്ക് കാണാനാവില്ലല്ലോ, അവിടുന്ന് അത്യുന്നതമായ സ്വർഗത്തിലല്ലേ എന്നും പറഞ്ഞ് കരഞ്ഞ് കഴിച്ചു കൂട്ടുന്ന സഹാബത്ത്, അതേ ജീവനേക്കാൾ അവർ തങ്ങളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെ. ഒരു നിലക്കും അവർ ആദർശത്തെ വിട്ടുകൊടുത്തിട്ടില്ല, അവിടുത്തെ ശരീരത്തെയും വിട്ടുകൊടുത്തിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബത്ത്, സ്നേഹം ജീവിതത്തിൻ്റെ എ മുതൽ സെഡ് വരെ പ്രവർത്തിച്ച് മാതൃക കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഴ് ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ ഇഷ്ടം നേടിയ മഹാന്മാരായ ഉത്തമ തലമുറകൾ ജീവിച്ച കാലത്തൊന്നും തന്നെ ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്നത്തിൻ വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മത്തിൽ ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ അൽ മുതമസ്സികൂന ബിആസാരിൽ മുതഖദ്ദിമീൻ ബൽ ഹുവ ബിദ്അത്തുൻ അഹ്ദസഹൽ ബത്താലൂൻ വശഹവതു നഫ്സിൻ ഇഅ്തനാ ബിഹൽ അക്കാലൂൻ. മുൻഗാമികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചില്ലേ, ഈ മൗലിദ് ജന്മദിനം എന്ന് പറയുന്ന ആഘോഷത്തിന് ഖുർആനിൽ ഞാനൊരു അടിസ്ഥാനം കാണുന്നില്ല. ഇത് ഉമർ മൗലവിയുടെ സൽസബീലിലല്ല, അൽമനാറിലല്ല, മറ്റേതെങ്കിലും കേന്നും പ്രസിദ്ധീകരണങ്ങളിലല്ല. അതെ, അവർ തന്നെ അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതൻ താജുദ്ദീനുൽ ഫാക്കിഹാനി, അതേ മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്, വളരെ മുൻഗാമിയാണ്. ആ വ്യക്തി പറയുകയാണ്, കിതാബിലോ സുന്നത്തിലോ ഞാൻ ഇതിനൊരു അടിസ്ഥാനവും കാണുന്നില്ല. ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മാതൃകായോഗ്യരായ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത ഉലമാക്കളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ട് കാണുന്നു.
കാണുന്നില്ല. ബൽ ഹുവ ബിദ്അത്തുൻ, ഇതൊരു പുത്തൻ സമ്പ്രദായമാണ്, ഏതൊക്കെയോ ചില പ്രത്യേക താല്പര്യക്കാർ കൊണ്ടുവന്നതാണ്, തീറ്റിപ്രിയന്മാർ അതിന് വലിയ ശ്രദ്ധ കൊടുത്തതാണ് എന്നൊക്കെ മുൻഗാമികൾ തന്നെ എഴുതി വെക്കുന്നു. എന്തേ പ്രിയമുള്ളവരെ, കിതാബിൽ അസിലില്ല, സുന്നത്തിൽ അസിലില്ല, ഉത്തമ നൂറ്റാണ്ടുകാർക്കൊന്നും പരിചയമില്ലാത്ത ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തില്ല. നമ്മുടെ ഉമ്മമാര് ജീവിച്ചില്ലേ അവിടുത്തെ വഫാത്തിന്റെ ശേഷം? മഹദിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ അവിടുത്തെ മരണത്തിന്റെ ശേഷം 40 കൊല്ലം ജീവിച്ച നമ്മുടെ ഉമ്മയല്ലേ. അതെ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബ്ബത്തില്ലാത്തവരാണോ, സ്നേഹമില്ലാത്തവരാണോ? അല്ല. ഇനി നിങ്ങൾ നോക്കൂ, ആ കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായില്ല. എന്നാലോ ഹിജ്റ 335 ജീവിച്ച് 374 മരണപ്പെട്ടു പോയ, ഈജിപ്തിൽ ജീവിച്ചു മരിച്ച ഒരു പണ്ഡിതനാണ് ഇബ്നു നബാത്തത്തുൽ മിസ്രി. എന്താ അദ്ദേഹത്തെ പറയാൻ കാരണം? അദ്ദേഹം അന്ന് നടത്തിയ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പള്ളികളിൽ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ജനങ്ങളെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടി സാഹിത്യമായ പദപ്രയോഗങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ സാഹിത്യ സമ്പുഷ്ടമായ ഹുതുബകളുടെ സമാഹാരമാണ് ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഹുതുബകൾ. ആ ഹുതുബകളാണെന്ന് കേരളത്തിലെ സമസ്തക്കാരുടെ പള്ളികളിൽ ആഴ്ചതോറും തെറ്റാതെ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഏട് നോക്കിയിട്ടുള്ള നബാത്തി ഹുതുബ, ആ നബാത്തി ഹുതുബ ഞാൻ എന്തിനു പറയുന്നു പ്രിയമുള്ളവരെ? ഓരോ വിഷയങ്ങളും കാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ഓരോ ആഴ്ചയിലും ഖതീബ് ജനങ്ങളോട് പറയുമെന്നാണല്ലോ. അതേ, ഇബ്നു നബാത്തത്തുൽ മിസ്രി ജീവിച്ച കാലത്ത് റബീഉൽ അവ്വലിൽ ഇങ്ങനെ ഒരു ജന്മദിനാഘോഷം ആചരിക്കുന്ന സമ്പ്രദായം ഇല്ല. കാരണം നിങ്ങൾ നോക്കൂ, ഇതാണ് ആ പുസ്തകം, നിങ്ങൾ നോക്കൂ. അതേ, ഖുതുബ അൻ-നബാത്തത്തുൽ മിസ്രിയ, ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബകളുടെ സമാഹാരമാണിത്. ഇതിൽ റബീഉൽ അവ്വലിൽ തന്നെ 5 ഖുതുബകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചില മാസത്തിൽ റബീഉൽ അവ്വൽ ചിലപ്പോൾ 5 ആഴ്ച വെള്ളിയാഴ്ച വരാമല്ലോ, അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ കാലത്ത് അങ്ങനെ വന്നിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ ഖുതുബയിലോ രണ്ടാമത്തെ ഖുതുബയിലോ ഒക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും റബീഉൽ അവ്വലിൽ നടത്തിയ ഏതെങ്കിലും ഒരു ഖുതുബയിൽ ഇബ്നു നബാത്തത്തുൽ മിസ്രി അന്ന് നടപ്പിലുള്ള ജന്മദിനാഘോഷത്തെ പറ്റി ഒരു വാക്ക് പറയണ്ടേ? ജനങ്ങളെ, നമ്മൾ മീലാദ് ആഘോഷത്തിൻ്റെ സന്ദർഭമാണ്, ഭക്ഷണം കൊടുക്കണേ, റാലി നടത്തണേ, സലാത്ത് കൂടുതൽ ചെല്ലണേ. ഒരൊറ്റ പ്രയോഗവും നമുക്ക് ഈ ഖുതുബയിൽ കാണാൻ കഴിയുന്നില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാത് പ്രിയമുള്ളവരെ? മറിച്ച് ആ വെള്ളിയാഴ്ചയിലൊക്കെ അതിൽ പറയുന്നത് എന്താണ്? അതേ, വലഖദ് അതാഹു ഫീ മിത്ലി ശഹരിക്കും ഹാദാ മിൻ റുസുലി റബ്ബിഹിൽ കിറാം അൽ മുവക്കലീന ബിഖബ്ളി നുഫൂസിൽ ലനാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടി, അതേ അവിടുത്തെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ വന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. മരണത്തെ പറ്റിയാണ് ഖുതുബയിൽ പറയുന്നത്, ജന്മദിനാഘോഷത്തെ പറ്റി മിണ്ടുന്നില്ല. അമാതത്തഇലൂന ബിമസ്റഇ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുൽ മുർസലീൻ വഇമാമിൽ മുത്തഖീൻ വഹബീബി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ എൻ്റെ ജനങ്ങളെ? അതദുന്നൂന അന്നകും ഫിദ്ദുന്യാ മുഖല്ലദൂൻ, നിങ്ങളൊക്കെ ദുനിയാവിൽ ശാശ്വതമായി കഴിഞ്ഞുകൂടുന്നവരാണെന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? അം തഹ്സബൂന അന്നകും മിനൽ മൗതി മുഹസ്സനൂൻ, അതല്ല മരണത്തിൽ നിന്ന് നിങ്ങളൊക്കെ സുരക്ഷിതരാണെന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? സാഅ മാ തതവഹമൂൻ, നിങ്ങൾ വിചാരിക്കുന്നതും ഊഹിക്കുന്നതുമൊക്കെ എത്ര ചീത്തയാണ്. ഹൈഹാത്ത ഹൈഹാത്ത ഇന്നക്കും ഇതല്ല മഗ്റൂറൂൻ, നിങ്ങൾ വല്ലാത്ത വഞ്ചനയിൽ തന്നെയാണ് അകപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ എമ്പാടുമുണ്ട് പ്രിയമുള്ളവരെ. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജനനം നടന്ന മാസമായിട്ട് പോലും റബീഉൽ അവ്വലിൽ ഹിജ്റ 335 ജനിച്ച് 374 മരണപ്പെട്ട ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന ഖതീബ്
ഖതീബ് റബീഉൽ അവ്വലിലെ 5 വെള്ളിയാഴ്ച ഖുത്ബ പറഞ്ഞിട്ടും ഒരു വെള്ളിയാഴ്ച പോലും നബിദിനാഘോഷം പറഞ്ഞില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അതേ എങ്ങനെയാണ് നമുക്ക് കരയാതിരിക്കാനാവുക, എങ്ങനെയാണ് നമുക്ക് സഹിക്കാനാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളും മരിക്കേണ്ടവരല്ലേ എന്ന ഒരു വലിയ മരണചിന്തയുടെ മെസ്സേജ് കൊടുക്കുന്ന ഖുത്ബകളല്ലേ ഇബ്നു നബാത്തത്തുൽ മിസ്രി അദ്ദേഹം ഖുത്ബ നിർവഹിച്ച പള്ളിയിൽ 5 വെള്ളിയാഴ്ചയും നിർവഹിച്ചത്. എന്തേ അതൊന്നും അവിടെ കാണാഞ്ഞ്? എന്താ അങ്ങനൊന്നും ഇല്ലാഞ്ഞത്? അപ്പ സഹോദരന്മാരെ, എന്നിട്ടോ ഇന്ന് അതേ ഖുത്ബയിദാ ഏട് നോക്കിയിട്ട് മുസ്ലിയാക്കന്മാർ വായിക്കുന്നു. വെള്ളിയാഴ്ച, 1-ാമത്തെ വെള്ളിയാഴ്ച, 2-ാമത്തെ വെള്ളിയാഴ്ചയൊക്കെ റബീഉൽ അവ്വൽ. നിങ്ങളെന്താ ദുഃഖിക്കുന്നില്ലേ? നിങ്ങളെന്താ സങ്കടപ്പെടുന്നില്ലേ? നിങ്ങൾ എന്നും ഇവിടെ ഉണ്ടാകുമോ? നമ്മുടെ മുത്ത് നേതാവ് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് അതിലുള്ള ദുഃഖം നമുക്ക് എങ്ങനെ സഹിക്കാനാകും? കണ്ണുനീരെങ്ങനെ പറ്റുമെന്നൊക്കെ മൂപ്പര് മിമ്പറിന്റെ മോളെന്ന് പറയും. താഴെ ഇറങ്ങിയിട്ട് മൂപ്പര് അനൗൺസ് ചെയ്യും, അതേ 10 പോത്ത് റെഡിയാണ്, അതേ ആഘോഷം പൊടി ക്കണം, ബിരിയാണി റെഡിയാക്കണം, അതേ റാലിക്കെല്ലാവരും പങ്കെടുക്കണം, പൊതുജനങ്ങൾ നിരത്തിൽ സ്വീകരിക്കണം, നാരങ്ങ വെള്ളം കൊടുക്കണം, അതേ ആഘോഷം പൊടിക്കട്ടെ. മിമ്പറിൽ വെച്ച് പറഞ്ഞു, എന്തേ ദുഃഖിക്കാത്തത്, എന്തേ കണ്ണുനീര് വറ്റാത്തത്, എന്തേ സഹിക്കാൻ നമുക്ക് കഴിയുമോ എന്നൊക്കെ പറഞ്ഞ അതേ ഖതീബ് ഇറങ്ങിയിട്ട് ആഘോഷത്തിന് കോപ്പുകൂട്ടുന്നു, ആഘോഷത്തിന് നേതൃത്വം കൊടുക്കുന്നു, വമ്പിച്ച സദ്യക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ആചാരങ്ങളൊന്നും പണ്ടില്ലാത്ത ആചാരം സമൂഹത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അത് പറയുമ്പോ ഉലൈമാരെ, ഞങ്ങൾ ഈ മാസം ഞങ്ങളുടെ നേതാവിനെ പുകഴ്ത്തുകയല്ലേ, മദ്ഹ് ചൊല്ലുകയല്ലേ? നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ നിങ്ങൾ മദ്ഹ് പറയണ്ട. ഞങ്ങളുടെ നേതാവിനെ ഞങ്ങളും മദ്ഹ് ചെയ്യുന്നുണ്ട്. അതേ, അവിടുന്ന് ലോകത്തിൻ്റെ മുഴുവൻ എത്രത്തോളം വലിയ നേതാവാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തിന് മുഴുവൻ മാതൃകയായി കൊണ്ടയക്കപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മദ്ഹുകളതാ പറഞ്ഞാൽ തീരുമോ? വാജ്മലു മിൻക ലം തറഖത്തു ഐനി വഅഫ്ളലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കിയിട്ട് അതേ സ്വഹാബി പാടിയിട്ടില്ലേ, എത്ര സുന്ദരനാണ് അങ്ങന്ന്, അവിടുന്ന് എത്ര നല്ല സുഗന്ധമുള്ള വ്യക്തിത്വമാണ്, അങ്ങയേക്കാൾ സുന്ദരനായ ഒരു മോനെയും ഒരു ഉമ്മയും പെറ്റിട്ടില്ല, അങ്ങയേക്കാൾ ശ്രേഷ്ഠനായ ഒരാളെയും ഈ കണ്ണുകൾ ഇന്നേ വരെ കണ്ടിട്ടില്ല, ഒരു പോരായ്മയുമില്ലാത്ത നിലക്ക് സൃഷ്ടിക്കപ്പെട്ട ആളാണ് അങ്ങെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ, ലോകം മുഴുവൻ വെറുത്താലും ക്രൂരനാണെന്ന് ചിത്രീകരിച്ചാലും, അതേ സ്ത്രീലമ്പടനാണെന്ന് ശത്രുക്കൾ കാർട്ടൂൺ വരച്ചാലും, സിനിമ നിർമ്മിച്ച് നിന്ദിക്കാൻ ശ്രമിച്ചാലും ഹബീബിന്റെ പവർ ദിനേന ഉയരുന്നു. അത് അല്ലാഹു കൊടുത്ത പവറാണ്. അങ്ങയുടെ പ്രശസ്തിയും പേരും നാം ഉയർത്തി തന്നില്ലേ? അതേ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വെച്ച് ആരൊക്കെ ബാങ്ക് വിളി നടത്തുന്നുവോ ആ ബാങ്ക് വിളി ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് മുഴങ്ങിക്കേൾക്കുമ്പോഴും അള്ളാന്റെ പേര് പറഞ്ഞ ഉടനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുമാര് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ പേര് പറയാത്ത ബാങ്ക് ബാങ്കാണോ? ഇഖാമത്ത് ഇഖാമത്താണോ? നിസ്കാരം നിസ്കാരമാണോ? വുദൂഇന്റെ ശേഷമുള്ള ദുആ ശരിയാകണമെങ്കിൽ ആ പേര് പറയാത്ത ദുആ ദുആയാണോ?
ലോക മുസ്ലിമീങ്ങളതാ ഇന്നും ആ നേതൃത്വം, ആ മഹാനായ വ്യക്തിത്വം ദുന്യാവിലും ഉന്നതൻ തന്നെ, ആഖിറത്തിലും ഉന്നതൻ തന്നെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദ്ഹ് ആരാണിവിടെ പറയേണ്ടെന്ന് പറഞ്ഞത്? പക്ഷേ മദ്ഹിന്റെ പേരിൽ നിങ്ങൾ പറയുന്നത് ദമ്മാണ്. പ്രശംസിക്കുന്നു എന്ന പേരിൽ നിങ്ങൾ പറയുന്നത് മുഴുവനും അവിടുത്തെ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമാകുന്നു. എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ ഇപ്പോഴും വിളിച്ചിട്ട് പറയുന്നു, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീർ യാ നദീർ ഫഅഗീസ്നി വ അജീർനി യാ മുജീർ മിനസ് സഈരി യാ ഗിയാസി യാ മലാദി في ملمات الأمور. എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരെ, അങ്ങയുടെ സാധുവായ അടിമയിത അങ്ങയിൽ നിന്ന് വമ്പിച്ച അനുഗ്രഹങ്ങളെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെപ്പറ്റി എനിക്ക് നല്ല വിചാരമേയുള്ളൂ നബിയേ. എന്നെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ, എൻ്റെ അവലംബമേ, എൻ്റെ അഭയകേന്ദ്രമേ, സർവാപത്തുകളിലും എനിക്കുള്ള രക്ഷാകേന്ദ്രമേ. അതേ മങ്കൂസ് മൗലീദുകാരനും പറയുന്നു. മങ്കൂസ് മുദ്ശറഫല്ലനാമിലായി ഇത് കേട്ടത്. മൗലിദ് മാസത്തിൽ ഇങ്ങനെ ചെല്ലുകയാണ് ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദ്ഹ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചു തേടുക. ഇത് സ്നേഹമാണോ? ഇത് ആത്മാർത്ഥമായ സ്നേഹമാണോ? പ്രിയമുള്ളവരെ, ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷേ ലൈന് തെറ്റിപ്പോയി. ഏതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് മുശ്രിക്കുകൾക്ക് സ്നേഹമുണ്ട് എന്നാ പറഞ്ഞത്, ആത്മാർത്ഥമായിട്ടായിരിക്കാം പറഞ്ഞത്, ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അവർ സ്വീകരിച്ച ലൈന് ശരിയായോ? ആ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിതകാലത്ത് പോരാടിയിട്ട് അഗ്നികുണ്ഡം വരെ ഏറ്റുവാങ്ങേണ്ടി വന്ന വിഗ്രഹാരാധന എന്ന് പറയുന്ന സമ്പ്രദായം, അതേ വിഗ്രഹത്തെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബിയുടെയും പേരിൽ തന്നെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് കഅബാലയത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിട്ടല്ലേ മുശ്രിക്കുകൾ സ്നേഹിച്ചത്. ഈ സ്നേഹം ശരിയായ സ്നേഹമാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അത് ജയിച്ചടക്കിയപ്പോൾ പരിശുദ്ധ കഅബയിലേക്ക് കടന്നു കയറിയിട്ട് ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും പേരിൽ നാട്ടിവെക്കപ്പെട്ടിട്ടുള്ള ബിംബങ്ങളെ തൻ്റെ വടി കൊണ്ട് കുത്തിമറിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതും സ്നേഹം കൊണ്ടല്ലേ? ബിംബം വെച്ചതും സ്നേഹം കൊണ്ട്, തല്ലിത്തകർത്തതും സ്നേഹം കൊണ്ട്. ആരുടെ സ്നേഹമാണ് ഒറിജിനൽ സ്നേഹം? അതാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ അവിടുത്തെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഒരിക്കലും അതിനാവശ്യപ്പെട്ടിട്ടില്ലല്ലോ. പ്രയാസം വന്നാൽ, വിഷമം വന്നാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് രക്കിട്ടുറപ്പിക്കാനല്ലേ മുത്ത് മുസ്തഫ പഠിപ്പിച്ചത്. ബുദ്ധിമുട്ട് വരുന്നോ, പ്രയാസം വരുന്നോ, എന്നെ വിളിച്ചോ എന്നല്ല. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ എന്ന് പറയാനല്ലേ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ എന്ന് പഠിപ്പിക്കുകയല്ലേ നേതാവ് ചെയ്തത്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പറയാനല്ലേ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയല്ലേ വനക്ലേശത്തിൽ നിന്ന് രക്ഷ നേടാൻ പഠിപ്പിച്ചത്. അപ്പൊ ഹബീബ് പഠിപ്പിച്ച ആശയത്തിനെതിരെ അവിടുത്തെ തന്നെ വിളിച്ച് തങ്ങളെ 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 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹം കാണിക്കുന്ന ഈ രീതി ഉണ്ടല്ലോ, ഇത് വിരുദ്ധമായ വഴിതെറ്റിയ ലൈനാണ് കേട്ടോ. അതുകൊണ്ട്
അവരുടെ ഒറിജിനൽ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്നേഹമുണ്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയതാ കള്ള ഉദ്ധരണികൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ, ഉമർ ഖത്താബിന്റെ പേരിൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ പേരിൽ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ പേരിൽ ഉദ്ധരണി ഉണ്ടാക്കുന്നു. എന്താ? അവരൊക്കെ പറഞ്ഞു പോലും എനിക്ക് ഉഹദ് മലയോളം പൊന്നുണ്ടായിരുന്നുവെങ്കിൽ, സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ നബി തങ്ങളുടെ മൗലിദാഘോഷത്തിന് വേണ്ടി ഞാൻ അവ മുഴുവനും ചെലവഴിക്കുമായിരുന്നു. ഈ വിഭാഗമതാ അവരുടെ മാസികകളിൽ ഈ കള്ള ഉദ്ധരണികൾ കൊടുക്കുന്നു. മാത്രമല്ല ആ നാലാളുടെയും കഴിഞ്ഞാൽ പിന്നെ താബിഈങ്ങളിൽ പ്രസിദ്ധനായ ഹസനുൽ ബസരി റഹിമഹുല്ലയുടെ പേരിൽ എനിക്ക് ഉഹദ് മലയോളം സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിന് ഞാൻ വിനിയോഗിക്കുമായിരുന്നു. കൊണ്ടുവരൂ സനദ്. മുടിക്ക് മാത്രമല്ല സനദ് വേണ്ടത്, എന്തിനും വേണം സനദ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞുവോ, ഖലീഫമാര് പറഞ്ഞുവോ, ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞുവോ, കൊണ്ടുവരൂ തെളിവുകൾ, സനദുദ്ധരിക്കൂ, അവരിലേക്ക് എത്തുന്ന സനദുദ്ധരിക്കൂ. റോഡിൽ ഫ്ലക്സ് ബോർഡുകളിലൂടെ SSF സന്ദേശമെന്ന് എഴുതിയിട്ട് ഈ ഇല്ലാത്ത ഉദ്ധരണി എഴുതി വെക്കുന്നതിലല്ല, അത് തെളിയിക്കുന്നതിലാണ് നിങ്ങൾ മിടുക്ക് കാണിക്കേണ്ടത്. അതല്ലാതെ കെട്ടുകഥകളും കള്ളക്കഥകളുമൊക്കെ സിക്കന്ദരി ശൈഖിൻ്റെയും ഇബ്നു തൈമിയയുടെയും പേരിൽ പറഞ്ഞതുപോലെ ആർക്കാ പറഞ്ഞുകൂടാത്തത്, ആർക്കാ എഴുതിക്കൂടാത്തത്? അതുകൊണ്ട് സനദ് കൊണ്ടുവരൂ. ഈ പറയുന്നതിനൊന്നും ഒരു സനദും കൊണ്ടുവരാൻ ഇന്ന് സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ശിർക്കുകളും അനാചാരങ്ങളും ബിദ്അത്തുകളും ഒരു സമൂഹത്തിൽ ഇങ്ങനെ തിമർത്താടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത്തരം സാഹചര്യത്തിൽ ഈ ശിർക്ക് ബിദ്അത്തുകൾക്കെതിരെ ശക്തമായി നമ്മൾ ഒന്നിച്ചു തന്നെ പോരാടേണ്ടതുണ്ട്. കാരണം എന്തെന്നല്ലേ, ജാറ വ്യവസായങ്ങൾ പൊടിപൊടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തിനും തെളിവുദ്ധരിക്കുകയാണ്. ജാറം മൂടാൻ വരെ ഖുർആനിൽ തെളിവ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്താണ് മഹാന്മാരുടെ ജാറങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഖബർ സിയാറത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ട് ജാറങ്ങളിൽ നടക്കുന്ന സംഗതികൾ എന്താണ്? അതേ കൊട്ടും കുരവയും ആനയും അമ്പാരിയും എഴുന്നള്ളത്തും പട്ടണ പ്രദക്ഷിണവും താബൂത്ത് ചുറ്റലും പട്ടണം ചുറ്റലും, അതുപോലെ തന്നെ അതാ ഖബറുകൾ അതാ നന്നായി കെട്ടിപ്പൊക്കുന്നു, സിമന്റ് ഇടുന്നു, പെയിന്റ് അടിക്കുന്നു, ജാറം മൂടുന്നു, വിളക്ക് കൊളുത്തുന്നു, തടവുന്നു, മുത്തുന്നു, സുജൂദ് ചെയ്യുന്നു, അവരെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നു, സങ്കടത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതിനൊന്ത് ഇസ്ലാമിലെ തെളിവാണുള്ളത്? ഇത് ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ, സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ അതൊരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടിട്ടില്ല. അതാണ് ഏറ്റവും ഉത്തമമായ രീതി എന്ന് മുസ്ലിയാക്കൾ പോലും അതേ പലയിടങ്ങളിലും വെച്ച് സമ്മതിച്ചു കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അതേ മറ്റ് രണ്ട് ഖലീഫമാരുടെയും ഖബർ ഉള്ള ഒരേ റൂമിൽ അത് കെട്ടിപ്പടുക്കപ്പെട്ടിട്ടില്ല എന്ന് കണ്ടവർ റിപ്പോർട്ട് ചെയ്തത് ചരിത്ര ഗ്രന്ഥങ്ങളിലില്ലേ? അതേ, എന്നിട്ടും അതാ മഹാന്മാരാണെങ്കിൽ കെട്ടിപ്പടുക്കാമെന്ന് ഫത്വ കൊടുക്കുന്നു, മഹാന്മാരുടേതാണെങ്കിൽ മൂടാമെന്ന് പറയുന്നു, മഹാന്മാരുടേതാണെങ്കിൽ അവിടെ വിളക്ക് കൊളുത്താമെന്ന് പറയുന്നു, തബറുക്ക് എടുക്കാൻ പറയുന്നു, ബർക്കത്തെടുക്കാൻ പറയുന്നു, അവരെ വിളിച്ചു തേടുന്നു, അവരോട് സങ്കടം പറയുന്നു. ഇതെന്ത് സിയാറത്താ ഉമ്മമാരെ, ഇതെന്ത് സിയാറത്താ എൻ്റെ പൊന്നു ഉപ്പമാരെ. ഏത് ജാറങ്ങളിൽ പോയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അങ്ങനെ ഒരു ജാറമുണ്ടാക്കുന്ന പരിപാടിയുണ്ടോ? ഇസ്ലാമിൽ ഒരാളുടെയും ഖബർ ഒരു ചാണിലപ്പുറം കെട്ടിപ്പടുക്കുന്ന പരിപാടിയില്ല, ജാറം കെട്ടുന്ന സമ്പ്രദായമില്ല. അതുകൊണ്ട് ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് പരലോക ചിന്തയുണ്ടാകുവാനും മരണചിന്തയുണ്ടാകുവാനും ഖബറിൽ കിടക്കുന്ന പരേതാത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി ദുആ ഇരക്കാനുമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മറിച്ച് അവരോട് തേടാനുള്ള ഈ പോക്ക്, ആ ഖബർ മുത്തിമണക്കാനുള്ള പോക്ക്, അതിന്മേൽ നേർച്ചയർപ്പിക്കാനുള്ള പോക്ക്, അതിന്മേൽ തടകാനുള്ള പോക്ക്, അതിന്മേൽ നെറ്റിത്തടവും കവിളും വെക്കാനുള്ള പോക്ക്, അവിടെ
ഖബറിലേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനുള്ള പോക്ക് ഇസ്ലാമികമല്ല. അത് ഇസ്ലാമാണെന്ന് വരുത്തി തീർക്കാൻ ഇവിടെ ചിലർ ഖുർആനാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. കഷ്ടം തന്നെ. നിങ്ങൾ നോക്കൂ, അതാ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്ന രൂപം. ഖബർ കെട്ടിപ്പടുക്കാനും ഖബറും പുറത്ത് ഖബറും വരെ ജാറം മൂടാനുള്ള തെളിവെന്താ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പോലും. ആയത്ത് കേട്ടിട്ട് ഞെട്ടണ്ട. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് തുടങ്ങുന്ന സൂറത്തു തൗബയിലെ 18-ാമത്തെ ആയത്ത് ഓതിയിട്ട് മുസ്ലിയാർ പറയുന്നു, അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും എന്നിങ്ങനെ ആയത്ത് പറയുന്നതിൻ്റെ മുമ്പ് അമ്പിയാക്കൾ, ഔലിയാക്കൾ തുടങ്ങിയ മഹാന്മാരെ ആദരിച്ച് അവരുടെ മഖ്ബറകൾ തുണി കൊണ്ട് മൂടുന്നതാണ് ജാറം മൂടൽ എന്നതിൻ്റെ വിവക്ഷ. അള്ളാഹു പറയുന്നു ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. എവിടെ ജാറം മൂടുന്നത്? തുണി മൂടുന്നത് ജാറത്തുമ്മേ. എന്തുമല്ല പരിപാലിക്കാൻ തെളിവ് കൊണ്ടുവരുന്നത് അള്ളാന്റെ പള്ളി പരിപാലിക്കാൻ. എന്താണ് ഈ സമൂഹത്തിന് പറ്റിപ്പോയത്? അള്ളാന്റെ പള്ളി പരിപാലിക്കണം എന്ന് പറയുന്ന ആയത്ത് തെളിവ് ജാറം പരിപാലിക്കാൻ. എന്നാ പിന്നെ ഇനി അള്ളാന്റെ പള്ളിയിൽ സുജൂര് നടത്തുന്ന അവിടെ സുജൂര് നടത്തിക്കോളത് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് പേടിയാ. തമിഴ്നാട്ടിൽ പോയ നിർബാധം. ഇവിടെയാകുമ്പോൾ അതൊരു പ്രശ്നമല്ല. ഇവിടെയാകുമ്പോൾ കുറച്ചൊരു പ്രയാസമുണ്ട്. സഹോദരന്മാരെ, എത്ര വലിയ അതിക്രമ ഖുർആന്റെ നേരെ ഈ കാണിക്കുന്നത്. ജാറം മൂടാനെന്ന ഈ ആയത്ത് പറയുന്നത്, അള്ളാന്റെ പള്ളികളെ കുറിച്ച് പറയുന്നത് നേരെ ജാറ പരിപാലനത്തിലേക്ക് ദുർവ്യാഖ്യാനിച്ച മുസ്ലിയാക്കന്മാർ. അവർ ജാറം മൂടാൻ മാത്രമല്ല ആയത്ത് തെളിവാക്കിയത്, ആനനെ കൊണ്ടുവരാനും ആയത്തിൽ തെളിവുണ്ടാക്കി. ആന എന്നുള്ളത്തില്ലേ, പുതിയങ്ങാടിയിലുണ്ടാവും, പലയിടത്തുണ്ടാവും, ഇവിടെ തിരൂര് പരിസരത്തുണ്ടാവും, പല സ്ഥലങ്ങളിലുണ്ട് ആന. പലയിടത്തും വരുന്നുണ്ടല്ലേ ആന എഴുന്നള്ളത്ത്. അതിനിപ്പോൾ എന്താ പറയുക? അതിനെന്താ കുഴപ്പമെന്ന് ഒരാൾ ചോദിച്ച്. കുഴപ്പമെന്ന് മാത്രമല്ല, ഖുർആനിൽ ആയത്തുണ്ട് എന്നാണ്. എന്താ ആയത്ത്? കേട്ടോളി. ആനനെ എഴുന്നള്ളിക്കാൾ ആയത്ത് കേട്ടോളി. വലക്കും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ. അവയെ വൈകുന്നേരം ആലയിലേക്ക് കൊണ്ടുവരുമ്പോഴും രാവിലെ മേയാൻ കൊണ്ടുപോകുമ്പോഴും നിങ്ങൾക്ക് അവയിൽ കൗതുകമുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണെന്ത്? ആടുമാടൊട്ടകങ്ങളായ കന്നുകാലികളെ നമുക്കല്ല ഭക്ഷണത്തിനായും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കുമായി അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ആടുമാടൊട്ടകങ്ങളാകുന്ന നിഅമത്തിനെ കുറിച്ച് അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് അവയുടെ ഭക്ഷണം കഴിക്കാ, പാല് കുടിക്കാ. മാത്രല്ല രാവിലെ അവയെ വൈകുന്നേരം ആലയിലേക്ക് കൊണ്ടുവരുമ്പോഴും രാവിലെ മേയാൻ കൊണ്ടുപോകുമ്പോഴും നിങ്ങൾക്ക് അവയിൽ കൗതുകമുണ്ട്. അപ്പൊ ആനനെങ്ങനെ ജാറത്തിങ്ങൾക്ക് കൊണ്ടുവരുമ്പോ കൗതുകണ്ട് എന്നല്ലേ ഖുർആൻ പറയുന്നത്. അപ്പൊ കൗതുകകരമായ കാഴ്ചക്ക് വേണ്ടി പുതിയങ്ങാടിയിലും വട്ടാമ്പിയിലും ഒക്കെ ആന വന്നോട്ടെ. എന്താടോ നിങ്ങൾക്ക് പറ്റിപ്പോയത്? ഏത് ഖുർആനാ നിങ്ങൾ പഠിച്ചത്? ഏത് ഹദീസാ നിങ്ങൾ പഠിച്ചത്? പ്രിയമുള്ളവരെ, ഇത് ആനയെ എന്നെള്ളിക്കുന്ന കാര്യമാണോ? കാലികള് അല്ല നമുക്ക് നൽകി ആടുമാടൊട്ടകങ്ങളെ മേയാൻ വിടുന്നത് അല്ല തന്നവർ അനുഗ്രഹം. അവയുടെ ആ പോക്ക് വരവ് എന്തൊരു കൗതുകമാണ്. അത് ജാറത്തിലേക്കുള്ള വരവിനെ കുറിച്ചാണോ? ജാറത്തിലേക്കുള്ള എഴുന്നള്ളത്തിനെ കുറിച്ചാണോ? എന്നാ പിന്നെ നിങ്ങൾ പോത്തുകളെയല്ലേ കൊണ്ടുവരേണ്ടത്? ആടുകളെയല്ലേ കൊണ്ടുവരേണ്ടത്? അതേ, നിങ്ങൾക്ക് തന്നെ അറിയാം ഇതൊന്നും തെളിവല്ല. അള്ളാന്റെ കിതാബ് ഓതുക, എന്നിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനം പറയുന്നവന്റെ ഇരിപ്പിടം ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം എത്രയും വേഗം അവൻ റിസർവ് ചെയ്തു കൊള്ളട്ടെ. ഈ ഒരവസ്ഥയിലേക്ക് സമൂഹം എത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ അള്ളാന്റെ ഖുർആനും ഹദീസും ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ച് ശിർക്കുകൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കുകയാണ്, അനാചാരങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ആ സമ്മേളന നഗരിയിൽ ഞാൻ പറഞ്ഞത്, ശിർക്കിനെതിരെയുള്ള ശബ്ദം നമുക്ക് ഒന്നാവണം, അനാചാരങ്ങൾക്കെതിരെയുള്ള ശബ്ദം ഒന്നാവണം. നമുക്കിടയിൽ ഭിന്ന സ്വരമുണ്ടാകരുത്. കൂലംകുത്തി ഒഴുകുന്ന ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തുകൾക്കെതിരെ നേതാക്കളെ, പണ്ഡിതന്മാരെ, അനുയായികളെ, നേതൃത്വമേ, അണികളെ, നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് അവിടെ നിന്ന് പറഞ്ഞത്. പക്ഷേ അതും ഒരപശബ്ദമായി അവിടെ പറഞ്ഞു എന്ന് മാത്രമല്ല, അത് നീക്കം ചെയ്യപ്പെടേണ്ടുന്ന ഒരു കരടാണെന്ന് പറഞ്ഞു. ഞാനതിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. അതേ, ഞാൻ എൻ്റെ ചാവക്കാട് പ്രസംഗത്തിൽ അതിൻ്റെ പല
കാര്യങ്ങളെപ്പറ്റിയും വിശദമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അത് ഒരപശബ്ദമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. ഞാൻ അന്നും പറഞ്ഞത്, ഈ ഉള്ളവൻ എന്നും പറയുന്നത് നമ്മൾ ഒരുമിക്കണം എന്നല്ലേ. അതേ, ശിർക്ക് ഒരാളുടെ പേരിൽ ആരോപിക്കണ്ട. ഒരൊറ്റ മുജാഹിദും ശിർക്ക് ചെയ്യുന്നില്ല. ഒരു മുജാഹിദും ശിർക്കിലേക്ക് പോകൂല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം ആരൊക്കെ അടുത്ത സെക്കൻഡിൽ എന്താകുമെന്ന് അള്ളാഹുവിനല്ലേ അറിയുകയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മുജാഹിദും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് എഴുതിയിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ല. അതൊരാരോപണം മാത്രമാണെന്ന് KJU പുസ്തകത്തിൽ പറഞ്ഞതല്ലേ. അതേ, ജിന്ന് പിശാച് എന്ന അമാനി മൗലവിയുടെ ആ അടിക്കുറിപ്പ്, അതല്ലെങ്കിൽ ആ പ്രത്യേകമായ വിവരണം പുസ്തക രൂപത്തിലാക്കിയപ്പോൾ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, ഇത് വമ്പിച്ച അപരാധമായ ആരോപണം തന്നെ എന്നല്ലേ നമ്മൾ 2012 പോലും പ്രസാദക കുറിപ്പായി കൊണ്ട് എഴുതി ചേർത്തത്. അതിൽ നമുക്ക് ഉറച്ചു നിന്നുകൂടെ? ഇതല്ലേ പ്രിയമുള്ളവരെ ഉള്ളവൻ പറഞ്ഞുള്ളൂ. പക്ഷേ അതിത്ര അപശബ്ദമായി തോന്നിയത് എന്തുകൊണ്ട് എന്ന് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. സത്യമായും ഞാൻ വിചാരിച്ചത് അവിടെ അതൊരു കുഴപ്പത്തിന് കാരണമാകുമെന്നല്ല. ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോഴും എൻ്റെ പേരിൽ പലരും പറയുന്നവർ ആരോപണമുണ്ട്. ഞാൻ അവിടെ ഒരുപാട് ആളുകളെ മുമ്പേ ഒരുക്കി തയ്യാറാക്കി നിർത്തി. അവർക്കൊക്കെയും ഞാൻ മെസ്സേജ് നൽകി. ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ജയ് വിളിക്കണം, തക്ബീർ വിളിക്കണം, സിന്ദാബാദ് വിളിക്കണം, അതേ സംഘട്ടനമുണ്ടാക്കണം. അങ്ങനെ സംഘട്ടനമുണ്ടാക്കി എൻ്റെ പ്രസംഗമെന്നാണ്. എൻ്റെ പ്രസംഗം കഴിഞ്ഞതിൻ്റെ ശേഷം അതാ ഞാൻ അവരുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുന്നു. തീർന്നില്ലല്ലോ. ഒരു 5 മിനിറ്റ് നിങ്ങൾ എനിക്ക് നാളെ അനുവദിച്ചു തന്നാൽ ഞാൻ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് എന്നേതാ മാനസികമായി നന്നായി പീഡിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഒരുമിച്ച് കൂടി അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു എന്നാണ്. മാപ്പ് ചോദിച്ചിട്ടാണ് ഞങ്ങൾ വിട്ടത് എന്നും, അതല്ലെങ്കിൽ അതാ പലരും പല രൂപത്തിലും കൈകാര്യം ചെയ്യാൻ റെഡിയായിട്ട് ആളുകൾ റെഡിയായിരുന്നു എന്തൊക്കെ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഉണ്ടായതെന്താണെന്ന് നിങ്ങളും അറിയണ്ടേ. എൻ്റെ പ്രസംഗം കഴിഞ്ഞ് അതേ എന്നെ അവരുടേതായ താവളത്തിലേക്ക് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ അവരെന്നെ പലരും ധരിപ്പിക്കുന്നത്, ഓ മൗലവി, നിങ്ങളുടെ ഒരൊറ്റ പ്രസംഗം കാരണം ശാന്തമായി നടന്നിരുന്ന ഈ മഹാസമ്മേളന നഗരിയിൽ നിന്ന് നിങ്ങളുടെ ഒരൊറ്റ വാക്ക് കാരണത്താൽ 100 കണക്കിന് ആളുകളെ അതാ ആംബുലൻസിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ശക്തമായി അവിടെ യഥാ ഘോരമായ സംഘട്ടനം നടന്നു. സദസ്സിൽ എന്ത് നടക്കുന്നു എന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇതിനേക്കാൾ ശക്തമായ ലൈറ്റുകൾ എൻ്റെ മുഖത്തേക്ക് വരുമ്പോൾ എനിക്ക് ഈ സദസ്സിനെ പോലും കൃത്യമായി കാണാനാകുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു അവിടെയും. എല്ലാവരും എന്ത് നടക്കുന്നു എന്ന് കാണാൻ എനിക്ക് സാധ്യമല്ല. എന്നിട്ടും പലരും പറയുന്നു, മുപ്പര് കണ്ട് രസിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ജനങ്ങൾ തക്ബീർ ചൊല്ലുന്നത്, അടികൂടുന്നത് കണ്ട് ആനന്ദിക്കുന്നു. പരലോകം ഓർമ്മ വേണേ. വളരെ വിനയത്തോടെ അക്കോടതിയിലേക്ക് കേസ് നീട്ടിവെക്കുകയല്ലാതെ ഈ ഉള്ളവന് നിവൃത്തിയില്ല. ചുരുക്കി പറയട്ടെ, അവരെന്നോട് ഇത്ര ഗൗരവമായ സംഘട്ടനം നടന്ന് 100 കണക്കിന് ആളുകൾ ആസ്പത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞു, ഞാനതൊന്നും വിചാരിച്ച് സംസാരിച്ചതല്ല, ഞാനൊരു പക്ഷം ചേർന്ന് സംസാരിച്ചതല്ല. ഞാൻ നമുക്കിടയിലുള്ള പ്രശ്നത്തിൽ നമുക്കിതൊന്ന് തീർത്ത് ഈ അങ്ങാടിയിൽ വെച്ചിത് പറയാതെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വലിച്ചഴക്കാതെ നമുക്കിത് രമ്യമായി പരിഹരിച്ചുകൂടെ? നമുക്കതാ ഗൾഫ് രാജ്യങ്ങളിൽ പോയി നമ്മൾ അവരുടെ കൂടെ പോയി അഭിപ്രായങ്ങൾ ചോദിക്കാത്തവരൊന്നുമല്ലല്ലോ. അതേ, ആ നിലക്ക് ഞാൻ അവിടെ നിന്ന് സംസാരിച്ചു. എന്നാൽ ഈ സംഘട്ടനത്തിൻ്റെ വർത്തമാനങ്ങൾ അവർ പെരുപ്പിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു വാക്കുകൊണ്ട് ഞാൻ വിചാരിക്കാത്ത നിലയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ എനിക്കതിൽ ഖേദമുണ്ട്. ഇതാണ് ഞാൻ നടത്തിയ ഖേദപ്രകടനം. അതല്ലാതെ ഞാൻ ആ പറഞ്ഞതൊക്കെ പിൻവലിച്ചിരിക്കുന്നു. ഞാൻ ആ പറഞ്ഞതിൽ നിന്നൊക്കെ മാറിപ്പോയിരിക്കുന്നു. ഗൾഫിലൊന്നും പോണ്ട, ഗൾഫിലൊന്നും പോണ്ട, നമുക്ക് തന്നെയാണ്, നമ്മൾ തന്നെയാണ് വലിയ ആലിമുകൾ, ഒരു ശൈഖുമാരോടും പോണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അതാ സാങ്കല്പികമായി ഞാനൊന്ന് ചോദിച്ചോട്ടെ, വിനയത്തോടുകൂടി എൻ്റെ
പ്രവർത്തകരോട്, എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആ പ്രസംഗത്തിൻ്റെ ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ് നിങ്ങളോട് കാലുപിടിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ശരിയാണെങ്കിൽ, അത് ശരിയാണെന്നാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതെങ്കിൽ, നിങ്ങൾ പിറ്റേന്ന് എന്നോട് ചെയ്തതിൻ്റെ പേരെന്താണ്? എങ്കിൽ നിങ്ങൾ പിറ്റേന്ന് എന്നോട് ചെയ്തതിൻ്റെ പേരെന്താണ്? നിങ്ങളുടെ മുഴുവൻ പ്രാസംഗികന്മാരും എന്നെ അതാ കടിച്ചു കീറുന്ന നിലക്ക് പ്രസംഗിക്കുന്നു. മാപ്പ് പറഞ്ഞവനോട് ഇത് ചെയ്യാൻ പാടുണ്ടോ? എന്നോടൊരാളൊരു തെറ്റ് ചെയ്തു, അയാൾ എൻ്റെ കാൽക്കൽ വന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് മാപ്പ് പറഞ്ഞാൽ ഞാൻ അയാളെ വീണ്ടും തെരുവിൽ വെച്ച് കണ്ടാൽ അയാളെ ബൂട്ടിട്ട് ചവിട്ടുമോ? അയാളെ തെരുവിലിറക്കിയിട്ട് ഞാൻ ചീത്ത പറയുമോ? അയാളെ ഞാൻ അവഹേളിക്കുമോ? അയാളെ ഞാൻ മുനാഫിക്കാക്കുമോ? അയാളെ ഞാൻ തസ്കിയത്തില്ലാത്തവനാക്കുമോ? അയാളെ ഞാൻ കുരച്ചു ചാട്ടക്കാരനാക്കുമോ? അയാളെ ഞാൻ നാക്കുനീട്ടക്കാരനാക്കുമോ? അയാളെ ഞാൻ അപശബ്ദത്തിൻ്റെ ആളാക്കുമോ? അയാളെ ഞാൻ മാന്യതയില്ലാതെ സംസാരിച്ചവനെന്ന് പറയുമോ? അയാളെ ഞാൻ ഏതെങ്കിലും നിലക്ക് കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമോ? ഈ ഉള്ളവൻ മാപ്പ് പറഞ്ഞു എന്നത് സത്യമായിട്ട് നിങ്ങൾ പോലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, പിറ്റേ ദിവസത്തെ സമ്മേളനത്തിൽ അന്ന് എന്നോട് മറുപടി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, പിറ്റേന്നെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുകൂടെ, ഹുസൈൻ സലഫി ഞങ്ങളോട് കരഞ്ഞു മാപ്പ് ചോദിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ആ അവസരം ഉപയോഗപ്പെടുത്താൻ ഒരര സെക്കൻഡ് മതിയായിരുന്നില്ലേ? നിങ്ങളുടെ പ്രസംഗങ്ങളിലൊന്നും അത് കേട്ടില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് ലക്ഷ്യം? അതേ, ഈ ഉള്ളവന് ശരിക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്, ഈ പ്രസ്ഥാനത്തെ രണ്ടാക്കാൻ തന്നെയായിരുന്നു സമ്മേളനത്തിലെ തീരുമാനമെന്ന്. വല്ലാഹി എനിക്കതറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് മുജാഹിദ് കേരളത്തിലെ പാവപ്പെട്ട ഉമ്മമാര്, പെങ്ങന്മാര്, സഹോദരി സഹോദരങ്ങൾ മുഴുവനും ആഗ്രഹിച്ചതുപോലെ സമ്മേളനം കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കെട്ടാകും, ചർച്ചകൾ ഉണ്ടാകും. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേദി ഒരുക്കണേ എന്നേ ഞാൻ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. സ്റ്റേജിൽ വെച്ച് എന്നോട് പറഞ്ഞിരുന്നു പോലും ഇതിനെപ്പറ്റി ഒരക്ഷരവും ഇവിടെ വെച്ച് പറയരുത് എന്നോട് വിലക്കുണ്ടായിട്ട് പോലും ഞാൻ അവിടെ വെച്ച് ലംഘിച്ച് സംസാരിച്ചുവെന്നാണ്. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. എൻ്റെ പേരിലുള്ള ആരോപണമാണ്. എന്നോട് ആരും പറഞ്ഞില്ല. വേറെ ചിലരതാ പ്രചരിപ്പിക്കുന്നു, നിങ്ങൾ എന്ത് പ്രസംഗിക്കുമെന്ന് 3 ദിവസം മുമ്പ് ഞങ്ങൾക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. വല്ലാത്ത കഴിവ് തന്നെ. നേതൃത്വത്തെ അയാളത് ധരിപ്പിച്ചിരുന്നു പോലും. എന്നിട്ടും നേതൃത്വം എനിക്ക് പ്രസംഗം അനുവദിച്ചതിൽ നേതൃത്വത്തെയല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? ആലോചിച്ചു നോക്കണം. വല്ലാത്ത കഴിവ് തന്നെ. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവറി എന്നൊരു ബഷീറിയൻ മാല ഉണ്ടാക്കാം. അതെ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നുവല്ലേ? എന്നാൽ പ്രിയമുള്ളവരെ, മനസ്സ് വെച്ചൊരു കുഴപ്പമുണ്ടാക്കാൻ ഞാൻ അവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്നും എനിക്കതിൽ ഒരു സങ്കടവും തോന്നുന്നില്ല. കാരണം എന്തെന്നല്ലേ, മുജാഹിദ് കേരളത്തിൻ്റെ വികാരമേ ഉള്ളവൻ സംസാരിച്ചിട്ടുള്ളൂ. എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതൊരു അപശബ്ദമായി എന്ന് ഇപ്പോൾ കൂടുതൽ തോന്നാൻ കാരണം എന്താണ്? അവരത് അപശബ്ദം എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ ഈ ഉള്ളവന് കൂടുതൽ ബോധ്യമായി കൊണ്ടിരിക്കുന്നു. കാരണം എന്തെന്നല്ലേ, സമ്മേളനത്തിൽ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ആളുകളെയെല്ലാം, അതല്ലെങ്കിൽ ആ നേതൃത്വത്തെ മുഴുവനും ISM പിരിച്ചുവിടപ്പെട്ടു, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് പിരിച്ചുവിടപ്പെട്ടു, ജില്ലാ കമ്മിറ്റികൾ പലതും പിരിച്ചുവിടപ്പെട്ടു, ശാഖാതലം വരെയും ഇനി എത്തുമെന്ന റിപ്പോർട്ട്. പലരെയും പിടിച്ചുവിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും ഖതീബ് സ്ഥാനം പള്ളികളിൽ നിന്ന് തെറിക്കുകയാണ്. ഇമാമുമാര് പുറത്താക്കപ്പെടുകയാണ്. മദ്രസാധ്യാപകന്മാര് പുറത്താക്കപ്പെടുകയാണ്. മഹല്ലുകളിൽ ചേരിതിരിയുകയാണ്. അതേ, ഈ രൂപത്തിലുള്ള കലഹങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കാതിരിക്കണേ. ഒന്നിച്ച് മുന്നേറണേ. രമ്യതയോടെ കാണണേ. നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയവരുണ്ടെങ്കിൽ അവരോട് വന്ന് മാപ്പ് പറയണേ. ഇതല്ലേ ഈ ഉള്ളവന്റെ 6 മിനിറ്റ് പ്രസംഗം? അല്ലേ? അതല്ലേ പ്രസംഗിച്ചത്?
ആ പ്രസംഗം കഴിഞ്ഞു. അതാ ഇപ്പോൾ ഇതാ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പത്രങ്ങളിൽ റിപ്പോർട്ട് കാണുന്നു. അതേ മാധ്യമത്തിൽ വന്നവർ റിപ്പോർട്ട് കണ്ടോ, ഇതേതായാലും ഞാൻ കൊടുത്തതല്ല എന്നുറപ്പല്ലേ? മാധ്യമത്തിലെ റിപ്പോർട്ട് എന്താണ്? മുജാഹിദ് തർക്കം പരിഹാര നിർദ്ദേശവുമായി കുവൈത്ത് സംഘടന. അതേ, എന്താ അതിൽ പറയുന്നത് മുഴുവൻ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നില്ല. കേരളത്തിലെ ജിന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടനക്കകത്തെ അഭിപ്രായ ഭിന്നതകൾ കുവൈത്ത് പണ്ഡിതർ ആരാഞ്ഞുയപ്പോ നമ്മുടെ നേതാക്കന്മാർ കുവൈത്തിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള നേതാക്കന്മാരും ഇവിടെ നിന്ന് പോയ നേതാക്കന്മാരും കൂടി അവിടെയുള്ള അറബികളിൽ പ്രശസ്തരായ പണ്ഡിതന്മാരുടെ സംഘടനയുടെ അമരത്തിരിക്കുന്ന നേതാക്കളുടെ കൂടെ രണ്ടു കൂട്ടരും ഇരുന്നു ചർച്ച ചെയ്തു. ദുർബലമായ ഹദീസിന്റെ വിഷയത്തിൽ ഇസ്ലാഹി സംഘടനയിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ലെന്നും ആരുടെ പേരിലും നടപടിയെടുക്കരുതെന്നും അവർ നിർദ്ദേശിച്ചു. ലോക ഇസ്ലാമിക പണ്ഡിതർ തമ്മിൽ ചർച്ച ചെയ്യുന്ന ഈ വിഷയം ഒരിക്കലും പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴക്കരുതെന്നും ഐക്യത്തോടെ നീങ്ങണമെന്നും നിർദ്ദേശിച്ചാണ് മുജാഹിദ് നേതാക്കളെ കുവൈത്ത് പണ്ഡിതർ തിരിച്ചയച്ചത്. ഇനിയും കേട്ടോ, ഇതിനുശേഷം ഇഹ്യാഉത്തറാസിൽ ഇസ്ലാമിയുടെ കൂടിയാലോചനാ സമിതി യോഗത്തിൽ കേരളത്തിലെ മുജാഹിദ് സംഘടനയിലെ ഭിന്നത ചർച്ച ചെയ്യുകയും പ്രശ്നപരിഹാരത്തിനായി 7 നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്ത് KNM നേതൃത്വത്തിനും ISM, MSM, MGM ഭാരവാഹികൾക്കും അയക്കുകയായിരുന്നു. പ്രബോധന മാർഗത്തിൽ ഐക്യവും സ്നേഹവും പരസ്പരം ഗുണകാംക്ഷയും സദ്വിചാരവും ഊട്ടിയുറപ്പിക്കാനും അഭിപ്രായ വ്യത്യാസം മൂലം പ്രബോധന പ്രവർത്തന രംഗത്തുണ്ടായ തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്നുമാണ് നിർദ്ദേശങ്ങളിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ലോക പണ്ഡിതർ ഭിന്നാഭിപ്രായം പുലർത്തുന്ന വിഷയത്തിൽ വേണമെങ്കിൽ സഊദിയുടെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് സാലിഹ് ഫൗസാൻ, സഊദിയിലെ ഇസ്ലാമിക കാര്യമന്ത്രി ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് എന്നിവരെ സമീപിച്ച് ചർച്ച ചെയ്യാൻ അവസരമുണ്ടാക്കാം. ഇരു വിഭാഗത്തിലെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘത്തെ സഊദിയിലെയും കുവൈത്തിലെയും പ്രമുഖ പണ്ഡിതരുടെ അടുത്തേക്ക് അയക്കാമെന്നും കത്തിൽ നിർദ്ദേശിക്കുന്നു. അതുവരേക്കും പ്രബോധകന്മാരെയും പ്രവർത്തകരെയും അകറ്റാനിടയാക്കും വിധം സംഘടനാ നേതൃത്വം സ്വീകരിച്ച മുഴുവൻ അച്ചടക്ക നടപടികളും റദ്ദാക്കണം. പത്രത്തിൽ ഞാൻ വായിക്കുന്നത്, എരുതിയിൽ എണ്ണയൊഴിക്കും വിധമുള്ള നടപടികൾ മേലിൽ ഉണ്ടാവരുത്. ഭിന്നാഭിപ്രായമുള്ള വിഷയങ്ങൾ ഇരുകൂട്ടരും പരസ്പരം ബഹുമാനം നിലനിർത്തി ഗുണകാംക്ഷയോടെ ചർച്ച ചെയ്യണം. പ്രബോധന രംഗം തടസ്സപ്പെടും വിധം തർക്ക വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതും ചർച്ച ചെയ്യുന്നതും നിർത്തണമെന്നുമാണ് നിർദ്ദേശങ്ങൾ നടപ്പാക്കി ഐക്യത്തോടെ തൗഹീദ് പ്രചരണവുമായി മുമ്പോട്ട് പോകുന്ന സന്തോഷവാർത്ത അറിയിക്കണമെന്ന ഉപസംഹാരത്തോടെയാണ് ഇഹ്യാഉത്തറാസുൽ ഇസ്ലാമി ചെയർമാൻ താരിഖ് സുൽത്താനുൽ ഈസ കത്ത് അവസാനിപ്പിക്കുന്നത്. ഇനി കേട്ടോ, നിർദ്ദേശങ്ങൾ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം യോഗം ചേർന്ന് ചർച്ച ചെയ്ത് അറിയിക്കാമെന്നാണ് കത്ത് കൈപ്പറ്റിയ KNM നേതൃത്വം പ്രാഥമിക മറുപടി നൽകിയത്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ നിലനിൽക്കെയാണ് പോഷക സംഘടനകളായ ISM-ന്റെയും MSM-ന്റെയും സംസ്ഥാന തലം തൊട്ട് ശാഖാതലം വരെ മുഴുവൻ ഘടകങ്ങളും KNM നേതൃത്വം പിരിച്ചുവിട്ടത്. KNM-ലും സസ്പെൻഷൻ നടപടി തുടരുകയാണ്. ഇത് വ്യാഴാഴ്ചത്തെ പത്രമാണെങ്കിൽ വെള്ളിയാഴ്ച വീണ്ടും എഴുതുകയാണ്, മുജാഹിദ് ഭിന്നത പരിഹാര ശ്രമത്തിനിടയിലും പുറത്താക്കൽ തുടരുന്നു. ജിന്ന് വിവാദവുമായി ബന്ധപ്പെട്ട് മുജാഹിദ് സംഘടനയിൽ ഉടലെടുത്ത ഭിന്നത പരിഹരിക്കുന്നതിന് വിവിധ തലങ്ങളിൽ ശ്രമം നടക്കുമ്പോഴും കേരള നേതൃത്വത്തിൽ മുജാഹിദീനിൽ പുറത്താക്കൽ നടപടി തുടരുന്നു. സംഘടനയിലെ വിഭാഗീയതയും തർക്കവും പരിഹരിക്കുന്നതിന് വിവിധ സംഘടനകളും നേതാക്കളും രംഗത്തുണ്ട്. സൗദി അറേബ്യയിലെ ഇസ്ലാഹി സെന്ററുകളുടെ രക്ഷാധികാരിയും പ്രമുഖ പ്രബോധകനുമായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഈദാൻ, ഓൾ ഇന്ത്യൻ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ഉന്നത നേതാവായ മൗലാന അബ്ദുൽ വഹാബ് ഖിൽജി, ഓൾ ഇന്ത്യ ജമിയത്ത് അഹ്ലെ ഹദീസ് ജനറൽ സെക്രട്ടറി അസ്ഗർ അലി ഇമാം മഹദി അസ്സലഫി തുടങ്ങിയ നേതാക്കൾ പ്രശ്നപരിഹാരത്തിനായി
ഇരുവിഭാഗം നേതാക്കളുമായും നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. ഈ നേതാക്കളുടെ വിവിധ സംഘടനകളുടെയും ആ ദൗത്യത്തെ ഔദ്യോഗിക നേതൃത്വം സ്വാഗതം ചെയ്യുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് പുറത്താക്കൽ നടപടി തുടരുന്നത്. ആലോചിച്ചു നോക്കൂ, വസ്തുനിഷ്ഠമായ ഒരു റിപ്പോർട്ട്. ഈ കാര്യമല്ലേ പ്രിയമുള്ളവരെ സമ്മേളനത്തിൽ ഈ ഉള്ളവനും പറഞ്ഞത്? ഇതിൽ പറഞ്ഞതൊന്നും അത്രയൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല, പുറത്താക്കിയതെന്തിനെന്ന് ചോദിച്ചിട്ടില്ല, പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ശിർക്കാരോപണത്തിലേക്ക് ഈ ഹദീസിന്റെ ചർച്ച കാട് കയറുകയാണ്. മുമ്പ് ചർച്ച ചെയ്തയിടത്ത് നിന്നാ മതി, അതിനപ്പുറമുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകരുതെന്ന് ഏതെങ്കിലും ഒരു കക്ഷിയോടല്ല ഞാൻ പറഞ്ഞത്. എല്ലാ കക്ഷികളോടും പറഞ്ഞു നിർത്തണം ഈ പരിപാടി. പിന്നെയോ അതല്ല, അതിൻ്റെ ആശയത്തിൽ അപകടമുണ്ടെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്, ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്നാണെങ്കിൽ ഇരു വിഭാഗവും ഒറ്റക്കൊറ്റക്കല്ല ഒന്നിച്ചു തന്നെ അതേ സൗദിയിൽ പോയി അതേ അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള ആളുകളോട് നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മം പറഞ്ഞുകൂടെ? അവർ പറയുന്നത് മുഴുവൻ അംഗീകരിക്കാനല്ല, നമുക്കൊരു തീരുമാനത്തിലെത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതാണ് ഈ ഉള്ളവൻ പറഞ്ഞത്. എന്തിനാ നമുക്ക് സൗദിയിലെ ശൈഖുമാര് നമ്മൾ തന്നെ തികഞ്ഞവരല്ലേ എന്ന് പറയുന്നവർ പോലും അതാ കിബാറുൽ ഉലമയുടെ കത്ത് ഞങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന പേരിൽ ഒരു മലയാളി അറബിയിൽ എഴുതി അയച്ച കത്താണ് സ്റ്റേജിൽ വായിക്കുന്നത്. ഞങ്ങൾക്കെന്തിന് ഗ്രാൻഡ് മുഫ്തിമാർ, ഞങ്ങൾക്കെന്തിന് വിദേശത്തെ പണ്ഡിതന്മാരുടെ മേലപ്പ് എന്ന് ചോദിച്ചവർ തന്നെയാണ് ഒരു മലയാളി അറബിയിൽ കൊടുത്തയച്ച കത്ത് വായിച്ച് കിബാറുൽ ഉലമയുടെ അംഗീകാരം ഞങ്ങൾക്കുണ്ടെന്ന് പറയുന്നത് വിരോധാഭാസമല്ലേ? ഞങ്ങൾക്കും അവരാണ് വലുതെന്ന് പറയലല്ലേ അതിൻ്റെ മറുവശം? അതേ, പല പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതുമ്പോൾ ചാടിക്കാരി ഗ്രാൻഡ് മുഫ്തിമാരുടെയും ഫതാവ ലജ്നത്തുദ് ദായിമയുടെയും ഫത്വകൾ പിന്നെ എന്തിനാ കൊടുക്കുന്നത്? നമ്മളെക്കാൾ വിവരം കെട്ടവരുടെ മേലൊപ്പ് നമ്മുടെ ഫത്വയിൽ എന്തിന്? ചിന്തിക്കണ്ടേ? ശരിക്കും മനസ്സിലാക്കണ്ടേ നമ്മൾ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പോഴും ഈ ഉള്ളവൻ അതിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് പകരം രമ്യതയുടെ കവാടങ്ങൾ കൊട്ടിയടക്കരുതേ, ഒരിക്കലും അത് ചെയ്യരുതേ. ഞാനതാ വിനയത്തോടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോ ഇനി പിന്നീട് ശ്രവിക്കുന്നവരോ ആയ രാഷ്ട്രീയ നേതാക്കളോട് പോലും വിനയത്തോടെ ഒരു കാര്യം പറയുന്നു. ഞാൻ ബഹുമാനിക്കുന്ന ഒട്ടേറെ നേതാക്കളുള്ള സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവയിലൊക്കെയുള്ള മുസ്ലിമീങ്ങളായ ആളുകളോട് വളരെ വിനയത്തോടെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊരു കുടുംബത്തിലെ പ്രശ്നമുള്ള കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ, പ്രശ്നമുള്ള ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ, പ്രശ്നമുള്ള ഒരു സംഘടനയുടെ യോഗങ്ങളിലേക്കോ സമ്മേളനങ്ങളിലേക്കോ നിങ്ങൾ ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രത്യേകമായ സംസ്കാരമുണ്ട്. അതെന്താണ് എൻ്റെ നേതാക്കളെ? നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. സമുദായത്തിലുണ്ടാകുന്ന സ്പർദ്ധകളെ ഊതിക്കെടുത്തേണ്ടവരല്ലേ സമുദായ നേതാക്കളെ നിങ്ങളൊക്കെ? അതിന് മുൻകൈയെടുക്കേണ്ടവരല്ലേ നിങ്ങളൊക്കെ? അതിന് മധ്യസ്ഥം വഹിക്കേണ്ടി വന്നാൽ അതിന് വേണ്ടത് ചെയ്യേണ്ടവരല്ലേ നിങ്ങളൊക്കെ? ആ നിങ്ങളിൽപ്പെട്ട ചിലരൊക്കെ നിങ്ങളുടെയൊന്നും ഒരു പൂർണ്ണമായ സമ്മതത്തോടെ അല്ല എന്ന് എനിക്കറിയാം. ചിലരൊക്കെ സമ്മേളന നഗരിയിൽ വന്നിട്ട് ഒരു പക്ഷം ചേർന്നിട്ട് ചീഞ്ഞ ഭാഗം മുറിച്ചു മാറ്റിക്കോളോ എന്ന് പക്ഷം ചേർന്ന് സംസാരിക്കുമ്പോൾ വേദനയുണ്ട് നേതാക്കളെ. നിങ്ങളിൽ നിന്നത് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും പ്രശ്നമുള്ളയിടത്ത് ചെന്നാൽ പക്ഷം ചാരിക്കൊണ്ട് എരുതിയിൽ എണ്ണയൊഴിച്ച് ആളിക്കത്തിക്കാനല്ലല്ലോ, സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് തണുത്ത വെള്ളമൊഴിച്ച് ശാന്തി ഉണ്ടാക്കേണ്ട നേതാക്കളല്ലേ നിങ്ങൾ? നിങ്ങൾക്കിടയിൽ പ്രശ്നമാണോ? പാപ്പയും മക്കളും തമ്മിൽ പ്രശ്നമാണോ? നേതാക്കളും അനുയായികളും തമ്മിൽ പ്രശ്നമാണോ? എവിടെ പ്രശ്നങ്ങളുണ്ടോ നിങ്ങളതൊക്കെ ഒന്ന് കൂടിയാലോചിച്ചുകൊണ്ട് ഒരു മസ്ലഹത്തിലെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മസ്ലഹത്തിൻ്റെ റോളിലല്ലേ സമുദായ നേതാക്കളെ നിങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ ആദരവോടെ പ്രതീക്ഷിക്കുന്നത്? അതിലപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ അത് നഷ്ടമല്ലേ സമുദായത്തിനുണ്ടാകുന്നത്? എല്ലാവർക്കും അതുകൊണ്ട് നഷ്ടമല്ലേ ഉണ്ടാകുന്നത്?
മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ നേതാക്കളെ ഉപദേശിക്കുകയാണെന്ന് ധരിക്കരുത്. വിനീതമായ ഈ വിനീതിൻ്റെ ഒരു അഭ്യർത്ഥന മാത്രമാണ്. നിങ്ങളൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അതേ മുസ്ലിമീങ്ങളോട് പ്രത്യേകിച്ച് പറയട്ടെ, നിങ്ങൾക്കും മന്യമല്ലല്ലോ ഈ വിഷയങ്ങളൊക്കെ. പരസ്പരം അതാ കൃത്യമായി രേഖകളല്ലേ സംസാരിക്കുന്നത്, സീഡികളല്ലേ സംസാരിക്കുന്നത്. നിങ്ങളും ഇതൊക്കെ നിങ്ങളുടെ തിരക്കിട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ നിങ്ങളും ദീനിനെ കുറിച്ച് പഠിക്കണം. രാഷ്ട്രീയ ജീവിതം കൊണ്ട് ദീൻ അവസാനിക്കുന്നില്ലല്ലോ. നിങ്ങൾക്കും മരിച്ചു പോകണം, ഈ ഉള്ളവനും മരിച്ചു പോകണം, എല്ലാവർക്കും മരിച്ചു പോകണം. ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാലും നമുക്കൊക്കെ ചെന്നു ചേരേണ്ട പരലോകത്ത്, അവിടെയൊക്കെ നമുക്ക് കണക്ക് പറയേണ്ട നേതാക്കളെ. അതുകൊണ്ട് നിങ്ങളും വിഷയങ്ങളെ കുറിച്ച് പഠിക്കണം. എന്നിട്ട് ഈ കാര്യത്തിൽ നിങ്ങൾക്കാവുന്നത് നിങ്ങളും ചെയ്യണമെന്നാണ് വിനയത്തോടെ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ടതാ ഒരു സംഘട്ടനത്തിന്റെ പാത മുജാഹിദുകൾ ഒരിക്കലും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കതിൻ്റെ മാർഗം വേണ്ട. ഒരു കാര്യം നേതാക്കളോട്, രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവരികയാണ്. അതേ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പുനഃപ്രക്രിയ അല്ലെങ്കിൽ പുനഃസംഘടന എന്നൊക്കെയുള്ള പേരിലുള്ള പ്രവർത്തനങ്ങളും പിരിച്ചുവിടലുകളും അത് ശാഖാതലങ്ങളിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞ് മഹല്ലുകളിൽ ഭിന്നിപ്പുണ്ടാകുന്ന ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പള്ളികളിൽ എന്തെല്ലാം കലാപങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? അതുകൊണ്ട് പ്രിയമുള്ള നേതാക്കളെ, നിലവിലുള്ള ഖതീബുമാരെ താഴേക്ക് വലിച്ചഴക്കുന്ന ഒരു പ്രവണതയിലേക്ക്, ഇമാമത്ത് നിൽക്കുന്നയാളെ പിരിച്ചുവിടുന്ന ഒരു പ്രവണതയിൽ ഇപ്പോഴെങ്ങനെ നടന്നു വരുന്നുവോ അതിൽ നിന്ന് മാറ്റം വരുത്തി ഒരു കലാപവും പ്രശ്നവും മഹല്ലുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് എൻ്റെ പൊന്നു നേതാക്കൾ എടുത്തു ചാടരുതേ. വിനയത്തോടെ അതാണ് ഈ ഉള്ളവൻ ഇപ്പോഴും പറയാനുള്ളത്. നാം ഒന്നാണ്, ഒരു ചോരയാണ്, ആദർശത്തിൻ്റെ ചോരയാണ്. അപ്പയും ഉമ്മയും മക്കളും ജ്യേഷ്ഠാനുജന്മാരും കുടുംബങ്ങളും നാം എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ആദർശത്തിന്റെ മാർഗത്തിൽ മുന്നേറുമ്പോൾ ഒരു ഖതീബിനെയും പിടിച്ചറക്കാൻ നാം കൂട്ടുനിൽക്കണ്ട, ആരെയും ഒഴിവാക്കണ്ട. വിഷയങ്ങൾ എന്താണോ ഉള്ളത് എല്ലാം കൃത്യമായി ആളുകൾ പഠിക്കട്ടെ. അതേ, അല്ലാത്ത നിലക്കുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന നിലക്കുള്ള ഒരു സമീപനങ്ങളിലേക്കും നമ്മുടേതായ പ്രവർത്തനങ്ങൾ, നമ്മുടേതായ തീരുമാനങ്ങൾ, നമ്മുടേതായ പ്രത്യേകമായ സർക്കുലറുകൾ കാരണമായി മാറരുത് എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു. ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ സമുദായ നേതാക്കളെ നിങ്ങൾക്കും ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ച് അതേ ഓർമ്മപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ഉപദേശിക്കുകയോ അല്ല, വിനയത്തോടെ ഒരു മുജാഹിദിന്റെ അതല്ലെങ്കിൽ മുജാഹിദുകളുടെ മനസ്സിന്റെ നൊമ്പരം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. അതേ, ഒരു കലാപത്തിന് പള്ളികൾ വേദിയായി കൂടാ, പള്ളികൾ പൂട്ടപ്പെട്ടുകൂടാ, മദ്രസകൾ പൂട്ടപ്പെട്ടുകൂടാ, പരസ്പരം നമ്മൾ തമ്മിലടിച്ചുകൂടാ. ശിർക്കില്ലാത്തവർ ശിർക്കിന്റെ പേരിലുള്ള ഈ ചർച്ച നിർത്തിവെക്കണം. ഒരു കൂട്ടർ നിർത്തിവെച്ചാൽ മറ്റേ കൂട്ടരും നിർത്തിവെക്കും. ഇത് നിർത്തിവെക്കാതെ ഇവിടെ ഇങ്ങനെ കലാപം കൊടുമ്പിരിക്കൊള്ളുകയാണ്. സദസ്സുകളിൽ വെച്ച് മറുപടിയും മറുപടിക്ക് മറുപടിയുമായി നീങ്ങുന്നത് കൊണ്ടാണ് ഈ ഉള്ളവൻ നിർത്തിവെക്കണം എന്ന് പറഞ്ഞ ചർച്ച ഇനി അതാ ഇവിടെ വെച്ച് തീരുന്നില്ലല്ലോ. അതേ, വിദേശ രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാരുടെ മുമ്പിലും ഒന്ന് പോയിട്ട് നമുക്ക് ചർച്ച ചെയ്തുകൂടെ എന്ന വിനീതമായ ഒരാവശ്യം നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. പക്ഷേ അത് പറഞ്ഞതിൻ്റെ പേരിൽ ഈ സെക്കൻഡ് വരെയും ഞാൻ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മെയിലുകൾ എത്രയാണ് കൊട്ടക്കണക്കിന് എൻ്റെ അതേ അഡ്രസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഭീഷണി ഫോണുകൾ എത്രയാണ് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം അല്ലാഹുവിൻ്റെ കോടതിയിലേക്ക് വിടുന്നു. ഒരൊറ്റ സ്നേഹിതന്മാരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല. പലരും പലതും പറഞ്ഞു പരിഹസിക്കുന്നു. പല ക്ലിപ്പുകളും അവരുപയോഗപ്പെടുത്തിക്കൊണ്ട് പരിഹസിക്കുന്നു. പാട്ടും പാടി നടന്നാ പോരാ എന്ന് നാദാപുരത്ത് വച്ച് പണ്ടൊരു മുസ്ലിയാർ, കുബൂരി മുസ്ലിയാർ പറഞ്ഞതുപോലെ ചിലരൊക്കെ അടക്കം പറയുന്നു. ഇല്ല, പലതും കേട്ട് തഴമ്പിച്ചവർ കാതാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ മാനസികമായ ഒരു വിഷമം തോന്നുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ റബ്ബിനോടതിൻ്റെ പരാതി പറയുന്നു എന്നല്ലാതെ ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് എന്നെപ്പറ്റി പറഞ്ഞുകൂടാ എന്ന അർത്ഥത്തിലുള്ളതൊന്നുമല്ല ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. അതുകൊണ്ട് സഹോദരൻ
സഹോദരന്മാരെ, നാം നമ്മുടെ പ്രവർത്തന ഗോതയിലേക്ക് ശക്തമായി തന്നെ ഇറങ്ങിക്കോ. അനാഥരാണെന്ന് തോന്നരുത്, ഒരൊറ്റ മുജാഹിദിനും തോന്നരുത് നമ്മൾ അനാഥകളായി പോയല്ലോ, പെരുവഴിയിലായല്ലോ, എന്തു ചെയ്യും ഇനി എന്ന് തോന്നേണ്ടതില്ല. നാം അനാഥരല്ല. ഇന്നല്ലാഹ മഅനാ, അല്ലാഹുണ്ട് നമ്മുടെ കൂടെ. പടച്ച റബ്ബിന്റെ കാവലുണ്ട്. മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന QHL സംവിധാനങ്ങൾ നിന്നു പോകരുത്, പ്രോഫ്കോണുകൾ നിന്നു പോകരുത്, ഹൈസക്കുകൾ നിന്നു പോകരുത്, ഇൻസൈറ്റുകൾ നിന്നു പോകരുത്, അതേ ഒരു സംരംഭങ്ങളും നിന്നു പോകരുത്. എല്ലാം നടക്കണം, എല്ലാം നടക്കണം. താൽക്കാലികമായി ഒരു സ്ഥലത്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഒരു മഹല്ലിൽ നടത്താൻ പറ്റുക എങ്കിൽ മുടങ്ങാതെ നടന്നോളണം. ദഅവത്ത് നിന്നു പോകാൻ പാടില്ല. ദഅവത്ത് ഒരിക്കലും നമുക്ക് നഷ്ടമായി കൂടാ. കാരണം എന്തെന്നല്ലേ, നമുക്ക് മടങ്ങിപ്പോകാനുള്ളത് പരലോകത്തേക്കാണ്. അവിടെ നമ്മുടെ കണക്ക് ചോദിക്കുന്ന നേരത്ത് റബ്ബേ ഞങ്ങൾ ഈ പ്രയാസം കണ്ടപ്പോൾ നിരാശപ്പെട്ട് പിന്മാറി എന്ന് മറുപടി പറഞ്ഞാൽ അല്ലാഹു വിടില്ലല്ലോ. ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് കൃത്യമായി ഒരാളാണെങ്കിലും നിർവഹിച്ചോളണം. അതേ, ഒരാളാണെങ്കിലും നിർവഹിച്ചോളണം, മുടങ്ങാതെ അത് നിർവഹിച്ചോളണം. ശക്തമായ നിലക്ക് തന്നെ ദഅവത്തിൽ മുന്നോട്ട് പോകണം. ഒരു നിലക്കും പിന്മാറിപ്പോകാൻ നമുക്ക് പാടില്ല. കാരണം എന്തെന്നല്ലേ, ആരെതിർത്താലും ഈ എതിർക്കുന്ന ആളുകൾ നാളെ രക്ഷക്ക്, നാളെ പരലോകത്ത് വരാനില്ലല്ലോ. ഒരു ബാപ്പക്കും മകൻ രക്ഷക്കില്ല, ഒരു മകനും ബാപ്പ രക്ഷക്കില്ല. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഒരു സന്താനത്തിനും പിതാവോ ഒരു പിതാവിനും സന്താനങ്ങളോ ഉപകരിക്കാത്ത, പ്രയോജനപ്പെടാത്ത ഒരു ദിവസത്തെ പേടിച്ചോളണം ജനങ്ങളെ എന്നാണ് അല്ലാഹു പറയുന്നത്. അവിടെ നമുക്ക് മറുപടി പറയാൻ സാധിക്കണം. അധാർമികതകൾ ഇവിടെ പെരുകുകയാണ്, ലഹരിയും സെക്സും പെരുകുകയാണ്, പലിശയുടെ നീരാളിപ്പിടുത്തം വർദ്ധിക്കുകയാണ്. പ്രിയമുള്ള മുസ്ലിമേ, ഒരൊറ്റ ചെറുപ്പക്കാരനും നമ്മളിനി എന്ത് ചെയ്യണം എന്നവർ അനാഥത്വം തോന്നരുത്. അതേ, ശക്തമായി മഹല്ലുകളിൽ പ്രബോധന രംഗത്ത് നിങ്ങൾ ഉണ്ടാകണം. ഞങ്ങളുടേതാണ് പള്ളി, ഞങ്ങളുടേതാണ് മദ്രസ, അതെ അത് നമ്മുടേത് തന്നെയാണ്. അവിടെ കലാപം വേണ്ട, അത് നമ്മുടേതാണ്. നമ്മുടെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കണം, നമ്മുടെ പള്ളിയിൽ ജുമാ മുടങ്ങരുത്, നമ്മുടെ പള്ളിയിൽ ക്ലാസുകൾ നടക്കണം, നമ്മുടെ നാട്ടിൽ ഇസ്ലാമികമായ ചർച്ചകൾ നടക്കണം, പ്രബോധന സംരംഭങ്ങൾ നടക്കണം. അതിനേതെങ്കിലും ഒരു പേരിൽ സംഘടിപ്പിക്കുന്നതിന് തടസ്സമാണെങ്കിൽ പേരിൽ എന്തിരിക്കുന്ന സഹോദരാ, നമുക്ക് ആശയം ജനങ്ങളോട് പറഞ്ഞാൽ പോരെ? അത് കൃത്യമായി കേൾക്കാൻ ആളുകളില്ലേ? ഉമ്മമാര് തയ്യാറല്ലേ? ഉപ്പമാര് തയ്യാറല്ലേ? യുവാക്കൾ തയ്യാറല്ലേ? അതേ, വിദ്യാർത്ഥി ലോകം തയ്യാറല്ലേ? ബാലലോകം തയ്യാറല്ലേ? അതേ, വളരെ കൃത്യമായി തന്നെ ഇസ്ലാമിനെ പഠിക്കാനും അത് ഈ സമൂഹത്തിലേക്ക് നിലനിർത്താനും നമ്മൾ തയ്യാറാകണം. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ നിസ്കാരത്തിൽ കൃത്യതയുണ്ടാകണം. അതേ, 5 നേരം അത് കൃത്യമായി തന്നെ നമ്മൾ നിസ്കരിക്കണം. സുന്നത്തുകളോട് നിഷ്ഠ വേണം. ആര് പരിഹസിച്ചാലും കളിയാക്കിയാലും, എത്ര ഹദീസുകളെ ബുഖാരിയെ തന്നെയും വാരി വലിച്ചു കൊട്ടയിലേക്ക് ഇടും എന്ന് പറഞ്ഞാലും, എന്ത് തന്നെ പറഞ്ഞാലും കുലുങ്ങണ്ട. ഈ ആദർശത്തിൻ്റെ കൈത്തിരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ശക്തമായി തന്നെ പ്രവർത്തന ഗോതയിൽ നിന്നോളണം. അള്ളാന്റെ സഹായമുണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, ഇബ്രാഹിം അലൈഹിസ്സലാം വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെടുന്ന നേരത്ത് സ്വീകരിക്കാൻ പാർട്ടി ഓഫീസുകളില്ല, സ്വീകരിക്കാൻ ആരാധനാലയങ്ങളില്ല, സംഘടനയില്ല, അനുയായികളില്ല. പക്ഷേ ഇന്ന് നമുക്ക് ശക്തമായ നിലയ്ക്ക് തന്നെ ഈ ആദർശം കേൾക്കാനും സഹായിക്കാനും, എത്ര രൂപ മുടക്കിയിട്ട് സംഘടിപ്പിക്കാനും, എത്രായിരം ആളുകൾ വന്നു ഒത്തുചേർന്നുകൊണ്ട് ഈ ദീനിന്റെ സദസ്സ് വിജയിപ്പിക്കുവാനും തയ്യാറുള്ള ആളുകളുള്ളേ ഉണ്ടല്ലോ. ശക്തമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിച്ചുകൊണ്ട് അതേ ദഅവത്ത് കൃത്യമായി നടക്കണം. ശാഖകൾ തൊട്ട്, മണ്ഡലങ്ങൾ തൊട്ട്, ജില്ലകൾ തൊട്ട്, സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെയും എല്ലാ രംഗത്തും ശക്തമായി അതാ ഈ പ്രമേയം ചർച്ച
ചർച്ച ചെയ്യപ്പെടണം. മതം സുരക്ഷയാണെന്ന് പഠിപ്പിക്കപ്പെടണം. സുരക്ഷിതത്വം അതിലാണെന്ന് പഠിപ്പിക്കപ്പെടണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ഈമാനോടെ മരിക്കാനാവണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. ഇതെന്റെ എല്ലാ ശ്രോതാക്കളും മനസ്സിൽ കൊണ്ട് നടക്കണം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മുസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതാണ് ഇസ്തിഗ്ഫാറിന്റെ നേതാവായിട്ട് അറിയപ്പെടുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന അതിന്റെ വശം കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനം ബിഹാ. ആരെങ്കിലും ഈ ഇസ്തിഗ്ഫാർ അതിന്റെ ആശയം ശരിക്കും ഗ്രഹിച്ചുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൃഢമായി വിശ്വസിച്ചുകൊണ്ടതാരെങ്കിലും പകൽ സമയത്ത് പറയുകയും ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ, അവൻ അന്ന് വൈകുന്നേരമാകുന്നതിൻ്റെ മുമ്പ് ആ പകലിൽ തന്നെ ഈ പ്രാർത്ഥന നിർവഹിച്ച മനുഷ്യനങ്ങ് മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശി തന്നെ. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വമൻ ഖാലഹാ മിനൽ ലൈലി, ഇനി ആരെങ്കിലും രാത്രിയിൽ ഇത് പറഞ്ഞാൽ വഹുവ മൂഖിനും ബിഹാ, അതിൽ പറയുന്ന ആശയത്തെ ദൃഢമായി മനസ്സിൽ ഉറപ്പിച്ചതിനനുസരിച്ച് ജീവിച്ചുകൊണ്ട് അതേ ആരെങ്കിലും അത് രാത്രി സമയത്ത് പറയുകയും ഫമാത ഖബ്ല അൻ യുസ്ബിഹ, അതേ പ്രഭാതമാകുന്നതിൻ്റെ മുമ്പ് ആ മനുഷ്യനങ്ങ് മരണപ്പെടുകയും ചെയ്താൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവനും സ്വർഗാവകാശി തന്നെ. അതുകൊണ്ട് പ്രിയമുള്ള മുസ്ലിമേ, മുസ്ലിമത്തെ, ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ദുആ അർത്ഥസഹിതം തെറ്റുകൂടാതെ നിങ്ങൾ പഠിക്കണം. അതിൻ്റെ ആശയം ഗ്രഹിക്കണം. പകൽ സമയത്ത് മറക്കാതെ ചൊല്ലണം, രാത്രിയിലും ചൊല്ലണം. നമ്മുടെയൊക്കെ അന്ത്യം ഏതെങ്കിലും ഒരു പകലിലോ ഒരു രാത്രിയുടെ സമയത്തോ അല്ലേ സംഭവിക്കുക. മരിക്കുമ്പോൾ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശി തന്നെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ ആ രൂപത്തിൽ മരിച്ചു പോകാൻ നമുക്ക് സാധിക്കണമെന്ന് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇത് മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന ഒട്ടേറെ അദ്കാറുകളുണ്ട്, ദുആകളുണ്ട്, ദിക്റുകളുണ്ട്. നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം നടക്കട്ടെ. സുന്നത്ത് നിസ്കാരങ്ങൾ പുരുഷന്മാരെ നിങ്ങളുടെ വീടുകളിൽ നടക്കട്ടെ. അതാണ് വീടിന് ബറക്കത്ത്, അതാണ് വീട്ടിന് ഐശ്വര്യം. ബിസ്മി ചൊല്ലി വീട്ടിലേക്ക് കയറൂ, ശൈത്താന്റെ ഉപദ്രവം ഇല്ല. ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കൂ, ശൈത്താൻ കൂടെ കഴിക്കില്ല. വലത് കൈ കൊണ്ട് കഴിക്കൂ, വലത് കൈ കൊണ്ട് കൊടുക്കൂ. ആർക്കരോചകമാണെങ്കിലും പടച്ച റബ്ബിനതാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് സഹോദരന്മാരെ, ഏതെല്ലാം മേഖലകളിൽ നമ്മൾ ഏതെല്ലാം നിയമങ്ങൾ പാലിക്കണോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നെറ്റ് യുഗങ്ങളിൽ ഏറ്റവും പ്രയാസപ്പെടുത്തപ്പെടുന്നത് നിങ്ങളുടെ സമൂഹമാണ്, സ്ത്രീ സമൂഹമാണ്. മൊബൈൽ കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, ദാമ്പത്യ തകരാറുകളുണ്ട്, മാതൃപിതൃബന്ധങ്ങളുണ്ട്, മക്കൾ വഴിവിട്ടു പോകുന്നുണ്ട്. അതേ ബിസ്മില്ല ചൊല്ലി തുറക്കാൻ കഴിയാത്ത ഒരൊറ്റ സൈറ്റിലേക്കും ഉമ്മമാരെ, ചെറുപ്പക്കാരെ, നെറ്റ് ഉപയോഗിക്കുന്നവരെ ഒരാളും കടന്നു കയറി പോകരുത്. ബിസ്മി ചൊല്ലി വായിക്കാൻ കഴിയാത്തത് വായിക്കണ്ട, ബിസ്മി ചൊല്ലി വായിക്കാനാവാത്തത് കടന്നു കയറി കാണണ്ട, പ്രചാരകരാവണ്ട. ചതിക്കുഴികളാണ്, സൂക്ഷിച്ചോളണം. അതേ നമ്മുടെ കുടുംബങ്ങൾ ഭദ്രമാവണം. ഉമ്മയെയും ഉപ്പയെയും ബഹുമാനിക്കുന്ന മക്കളാകണം. ലോകത്തുള്ള അന്താരാഷ്ട്ര ലോകത്ത് ജീവിക്കുന്ന ആളുകളുമായി മണിക്കൂറുകളോളം തൻ്റെ ചാറ്റ് റൂമിൽ വെച്ച് സംസാരിക്കുകയും സ്വന്തം വീട്ടിൽ കൂനിക്കൂടി കഴിയുന്ന പ്രായമായ ഉമ്മയോടൊരു വാക്ക് പറയാൻ നേരം കാണാത്ത യുവതലമുറ, പ്രായമുള്ള ഉപ്പയോടൊന്ന് നോക്കി 5 മിനിറ്റ് സംസാരിക്കാൻ സമയം കാണാത്ത ലോകമതാ. അമേരിക്കയിലും യൂറോപ്പിലുമുള്ള അതേ പെണ്ണിനോട് അതേ മണിക്കൂറുകളോളം സംസാരിക്കുന്നു. പലരുമായും ചാറ്റ് റൂമിൽ വെച്ച് സംസാരിക്കുന്നു.
സംസാരിച്ച് അതേ സാംസ്കാരിക രംഗത്തതാ ചീറ്റ് ചെയ്യപ്പെടുന്നു. പല ഫേസ്ബുക്കുകളിലും പോയിട്ടതാ ഫേസ് കെട്ടുപോകുന്നു, മുഖം കെട്ടുപോകുന്നു, അന്തസ് നശിച്ചു പോകുന്നു. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരികളെ, വേഷവിധാനം തൊട്ട് സർവ്വകാര്യങ്ങളിലും നിങ്ങളുടെ സ്ത്രൈണത എന്ന അന്തസ് നിങ്ങൾ കാത്തു സൂക്ഷിച്ചോളണം. ലൈംഗികാതിക്രമങ്ങൾ, പീഡനക്കേസുകൾ, വധശിക്ഷ വേണം എന്ന് തന്നെ അതാ പല എഴുത്തുകാരികൾക്കും തോന്നിപ്പോയ ഒരു കാലഘട്ടമാണ്. പക്ഷേ വർമ്മ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് വധശിക്ഷ വേണ്ട എന്ന് തന്നെയാണ്. ഓ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള മാനസിക രോഗികൾ ഈ സമൂഹത്തിൽ ജീവിച്ചിട്ടെന്താ കാര്യം? അതുകൊണ്ടല്ലേ ഇസ്ലാം ഇതിനൊക്കെ കണക്കിനുള്ള ശിക്ഷ നിശ്ചയിച്ചത്. അതുകൊണ്ടല്ലേ ജീവിതത്തിന് സമാധാനമുണ്ടാവുകയുള്ളൂ. വലക്കും ഫിൽ ഖിസാസി ഹയാ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന മുഴുവൻ ബുദ്ധിജീവികളോടും വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ്? ശരിക്കും എടുക്കേണ്ട പ്രതിക്രിയാ നടപടികൾ, എടുക്കേണ്ട കുറ്റത്തിന് എടുക്കേണ്ട രൂപത്തിൽ എടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ജീവിതം ശാന്തമായി ഒഴുകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ശാന്തി വേണോ? സമാധാനം വേണോ? വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടത്ര അളവിൽ തന്നെ, വേണ്ടത്ര രൂപത്തിൽ, വേണ്ടത്ര സമയത്ത് തന്നെ ചെയ്തേക്കണം എന്ന സന്ദേശമല്ലേ പരിശുദ്ധ ഖുർആൻ സുരക്ഷിതത്വത്തിന് വേണ്ടി പറയാനുള്ളത്. അതാണ് എനിക്ക് എൻ്റെ ഉമ്മമാരോട്, പ്രിയമുള്ളവരോട്, സഹോദരങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടമായി കൂടാ. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിൽ പോലും വരാത്ത മക്കളായി കൂടാ. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, എനിക്ക് പൊറുത്തു തരണേ റബ്ബേ, എൻ്റെ മാതാപിതാക്കൾക്കും പൊറുക്കണേ അല്ലാ എന്ന് വിലപിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു മക്കളല്ലേ നമുക്ക് വേണ്ടത്. അല്ലാഹ് നമുക്ക് നൽകുമാറാകട്ടെ. അതിന് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ MSMനെ ഏൽപ്പിക്കൂ. യുവാക്കളെ ISMലേക്ക് ചേരൂ. അതേ ഇസ്ലാമികമായ മാർഗങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായി ഗ്രാമാന്തരങ്ങളിൽ അലയടിക്കട്ടെ. നമ്മുടെ ശബ്ദം ഒരാൾക്കും എതിരല്ല. നമ്മുടെ ശബ്ദം അസത്യത്തിനെതിരാണ്, അനീതികൾക്കെതിരാണ്, അധർമ്മങ്ങൾക്കെതിരാണ്, അശ്ലീലതകൾക്കെതിരാണ്, അരാജകത്വങ്ങൾക്കെതിരാണ്, അസമാധാനത്തിനെതിരാണ്, ശാന്തിയില്ലായ്മക്കെതിരാണ്. ഒരു നേതാക്കൾക്കും എതിരല്ല. KNMനെതിരല്ല. നാം KNMകാരാണ്. ഏത് KNM എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതെ, ഇന്നോ ഇന്നലെയോ അല്ലല്ലോ KNM ഉണ്ടായത്. ഞാൻ നിങ്ങളെ ഒരു കാര്യം എടുത്ത് കാണിക്കട്ടെ. ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ ഒരു 15 കൊല്ലം മുമ്പ് അതേ എഴുതി വിട്ടിട്ടുള്ള ഒരു അൽമനാറിൻ്റെ പുസ്തകം 1 ലക്കം 15-16 1950 നവംബർ 20 അതേ ഒരു ഹെഡിങ് കേട്ടോ, കേരള നദുവത്തുൽ മുജാഹിദീൻ. ഈ കേരള നദുവത്തുൽ മുജാഹിദീനിൽ ഞാനുണ്ട്, നിങ്ങളുണ്ട്, സർവ മുജാഹിദുകളുമുണ്ട്. ഒരു നേതാക്കളെയും നമ്മൾ എതിർക്കൂല, ഒരു നേതാവിനോടും നമ്മൾ അനുസരണക്കേട് കാണിക്കൂല. സ്ഥാപിത കാലത്തുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പോഴും ഉള്ളതെങ്കിൽ എന്താണ് സ്ഥാപിത കാലത്തുള്ള ലക്ഷ്യം? കേട്ടോ നിങ്ങൾ, ഞാനിതിൽ നിന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. കേരളത്തിൽ ഖുർആനും സുന്നത്തും അറബി സാഹിത്യവും പ്രചരിപ്പിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദൂരീകരിക്കുവാൻ ശ്രമിക്കുന്നവർ തങ്ങളുടെ പ്രവർത്തനം സുസംഘടിതമായി നിർവഹിച്ച് അല്ലാഹുവിൻ്റെ കലിമത്ത് ഉയർത്തുവാനായി കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ ഒരു സംഘം ഹിജ്റ 1369 റജബ് 2 സ്ഥാപിച്ച വിവരം അൽമനാർ മുഖേന വായനക്കാർ അറിഞ്ഞിരിക്കുമല്ലോ. സ്ഥാപിച്ച കൊല്ലത്തിലിറങ്ങിയ അൽമനാർ. ഇനി അതിൻ്റെ കേട്ടോളൂ വളരെ ശ്രദ്ധിച്ച്. ഈ സമ്മേളനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ മുജാഹിദിൻ്റെയും മുജാഹിദത്തുകളുടെയും മനസ്സിൽ ഈ വരി നിങ്ങൾ താലോലിച്ചു കൊണ്ട് നടന്നു. അതേ സ്ഥാപകാലത്തുള്ള നേതാക്കന്മാർ പറയുന്നു, ഇന്ന് രാവിലെ അൽമനാർ ഓഫീസിൽ വെച്ച് ചേർന്ന അതിൻ്റെ നിർവാഹക സമിതി യോഗത്തിൽ താഴെ എഴുതുന്ന തീരുമാനങ്ങൾ ചെയ്തിരിക്കുന്നു. 1. വരുന്ന റബീഉൽ അവ്വൽ 1 മുതൽ ജുമാദുൽ ഊല അവസാനം വരെയുള്ള 3 മാസക്കാലത്തിൽ സംഘത്തിലേക്ക് അംഗങ്ങളെ ചേർക്കുവാനായി താഴെ പേരെഴുതുന്നവരെ അധികാരപ്പെടുത്തുകയുണ്ടായി.
സ്ഥാപിത കാലത്തുള്ള നേതാക്കൾ കേട്ടോ. ഒന്ന് ആരാ? KNM-ന്റെ പ്രസിഡന്റ് ജനാബ് KM മൗലവി സാഹിബ് റഹിമഹുല്ലാ, വൈസ് പ്രസിഡന്റ് ജനാബ് മൗലവി വി സയ്യിദ് ഹാജി റഹിമഹുല്ലാ, സെക്രട്ടറി അബ്ദുസ്സലാം ബിൻ മുഹമ്മദ് അതേ റഹിമഹുല്ലാ. അവരെ കുറിച്ച് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഹിമഹുല്ല ഇതിലുള്ളതല്ല, ഇതന്ന് ജീവിച്ചിരിക്കുന്ന അന്നത്തെ നേതാക്കളെ കുറിച്ച് പറയുകയാണ്. കേഴ്മർ മൗലവി സാഹിബ് റഹിമഹുല്ലാ, 5 EK മൗലവി സാഹിബ് റഹിമഹുല്ലാ, 6 M കുഞ്ഞോയി വൈദ്യർ സാഹിബ് റഹിമഹുല്ലാ. അംഗങ്ങളായി ചേരുവാൻ ഉദ്ദേശിക്കുന്ന മാന്യന്മാർ കേട്ടോ, KNM-ന്റെ സ്ഥാപിത ലക്ഷ്യം കേട്ടിട്ട് തീരുമാനിച്ചോ മുജാഹിദേ, ഞാനും നിങ്ങളുമൊക്കെ KNM-ൽ തന്നെയാണോ അല്ലേ എന്ന് തീരുമാനിച്ചോ. ഒരു കടലാസിൽ പിരിച്ചുവിടപ്പെട്ടത് കൊണ്ട് KNM-ൽ നിന്ന് പുറത്തു പോകുമോ? ആലോചിച്ചോ മുജാഹിദേ, എന്താണ് പ്രതിജ്ഞ ചെയ്യേണ്ടത്? അംഗങ്ങളായി ചേരുവാൻ ഉദ്ദേശിക്കുന്ന മാന്യന്മാർ താഴെ എഴുതുന്ന പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കേട്ടോ പ്രതിജ്ഞ. അല്ലാഹുവിൻ്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണമാക്കി മുസ്ലിമായി ജീവിച്ചു കൊള്ളാമെന്നും കേരള നദുവത്തുൽ മുജാഹിദീൻ സംഘത്തിൻ്റെ നേതാവ് ദീനിനെതിരല്ലാത്ത വിധത്തിൽ കൽപ്പിക്കുന്നതനുസരിച്ച് സംഘത്തിൽ അച്ചടക്കത്തോടെ ഒരു അംഗമായിരുന്നു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മുജാഹിദേ, ഓ മുജാഹിദത്തുകളെ, പറയൂ നിങ്ങൾ KNM-ലില്ലേ? പറയൂ നിങ്ങൾ KNM-ലില്ലേ? 1950 സ്ഥാപിത കൊല്ലത്തിൽ പറയുന്നു. എന്താണ് നമ്മുടെ നയം? നാം നേതൃത്വത്തെ ധിക്കരിക്കുന്നവരാണോ? നാം നേതാക്കളെ അനുസരിക്കാത്തവരാണോ? പലരും ചോദിക്കുന്നു, നിങ്ങൾക്കെന്ത് ദീന്? അല്ലാഹനെയും റസൂലിനെയും അനുസരിക്കണം എന്ന് പറഞ്ഞ ഖുർആൻ, നേതാക്കളെയും അനുസരിക്കണം എന്ന് പറഞ്ഞത് മൗലവിമാരെ, പ്രഭാഷകന്മാരെ നിങ്ങളൊന്നും കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരില്ലേ? KM മൗലവി സാഹിബ്, അതേ ഉമർ മൗലവി സാഹിബ്, അതേ അബ്ദുസ്സലാം മൗലവി, അതുപോലെ തന്നെ സയ്യിദ് മൗലവി, അതുപോലെ തന്നെയുള്ള എല്ലാ ആളുകളും ഈ ആയത്ത് കണ്ടവർ തന്നെയാണ്. പക്ഷേ അവർ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞങ്ങളെ നേതാക്കന്മാർ പറയുന്നതൊക്കെ ഞങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കൊള്ളാമെന്ന്, സംഘത്തിൽ അച്ചടക്കത്തോടെ ജീവിച്ചോളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്നല്ല. സ്ഥാപിത കൊല്ലത്തിൽ തന്നെ നമ്മുടെ നേതാക്കൾ, അതേ KM മൗലവി പ്രസിഡന്റും അബ്ദുസ്സലാം മൗലവി സെക്രട്ടറിയുമായി കൊണ്ട് നമ്മളോട് പറഞ്ഞ അന്നത്തെയുള്ള പ്രതിജ്ഞ എന്താണ്? അല്ലാഹുവിൻ്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണമാക്കി മുസ്ലിമായി ജീവിച്ചു കൊള്ളാമെന്നും. ഇനി കേട്ടോ, ആ വാചകം പഠിച്ചു മനപ്പാഠമാക്കി വെച്ചോ. കേരള നദുവത്തുൽ മുജാഹിദീൻ സംഘത്തിൻ്റെ നേതാവ് ദീനിനെതിരല്ലാത്ത വിധത്തിൽ കൽപ്പിക്കുന്നതനുസരിച്ച് സംഘത്തിൽ അച്ചടക്കത്തോടെ ഒരു അംഗമായിരുന്നു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇപ്പോഴും ഈ ഉള്ളവനും പ്രതിജ്ഞ ചെയ്യുന്നു. സർവരും അതല്ലേ പ്രതിജ്ഞ ചെയ്യുന്നത്? അതാണ് മുജാഹിദ് പ്രസ്ഥാനം, അതാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. അതിൽ നിന്ന് വഴിമാറിപ്പോകരുത് നേതാക്കളെ, അതിൽ നിന്ന് വഴിമാറിപ്പോകല്ല, അതിൽ നിന്ന് വഴിമാറിപ്പോകല്ല അണികളെ, അതിൽ നിന്ന് വഴിമാറിപ്പോകരുത് നേതാക്കളെ. ഇതാണ് എല്ലാവരോടും, അതേ അതിൽപ്പെട്ടവരണി എന്ന നിലക്ക് എന്നോടും അതുപോലെ തന്നെ ഈ ശബ്ദം ശ്രവിക്കുന്ന നേതാക്കളോടും എല്ലാവരോടും ഉണർത്താനുള്ളത്. നമുക്കൊന്നാകണം, നമുക്കിടയിൽ ശത്രുത വേണ്ട. ശിർക്ക് നമുക്കിടയിൽ ഇപ്പോൾ രംഗത്തില്ല. നാം ശിർക്ക് ചെയ്യുന്നില്ല, ഒരു ജിന്നിനോടും തേടുന്നില്ല, ഒരു മലക്കിനോടും വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, പുഴക്കരയിലും തേടുന്നില്ല, വിജനസ്ഥലത്തും തേടുന്നില്ല. സാങ്കല്പിക ചോദ്യമുണ്ടാക്കിയിട്ട് അതേ അതിൻ്റെ പിന്നാലെ നടക്കണ്ട. ഒരു സ്ഥലത്തും നമുക്ക് തേടാൻ റബ്ബല്ലാതെ വേണ്ട. എവിടെ വെച്ചും യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എന്നല്ലാതെ നമുക്കൊരു വിളിയില്ല. പടച്ച റബ്ബിനോട് തന്നെയാണ് നമുക്കെല്ലാം പറയാനുള്ളത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇസ്ലാമിക
ഇസ്ലാമികമായി ഇതിന്റെ സ്ഥാപിത കാലഘട്ടത്തിൽ നമ്മുടെ നേതാക്കൾ എന്തൊരു ആദർശത്തിൽ ഇതിനെ കെട്ടിപ്പടുത്തോ അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ആ കാര്യങ്ങൾ ഈ സമൂഹത്തോട് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കണം, പഠിക്കണം. ഇസ്ലാഹ് മാസിക നിങ്ങൾ വായിക്കണം, അതിന്റെ പ്രചാരകരാവണം. അതേ തൗഹീദി രംഗത്ത് ഖുർആനിനെയും സുന്നത്തിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിൽ മറ്റു നിലക്കുള്ള താല്പര്യങ്ങളില്ലാതെ പ്രമാണത്തോടൊപ്പം നിൽക്കുന്ന കാലത്തൊക്കെയും എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും നിങ്ങൾ നെഞ്ചിലേറ്റി വളർത്തി താലോലിക്കണം, പ്രചരിപ്പിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതേ എല്ലാ രംഗത്തും കെട്ടുറപ്പോടുകൂടി, അതേ സ്നേഹത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി ഒരുമയുടെ ശബ്ദമാണ്. നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ല, മഹല്ലുകളിൽ പ്രശ്നമുണ്ടാക്കേണ്ടവരല്ല. നാം ഒന്നാണ്. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. മുറുകെ പിടിച്ച് ഒന്നയിക്കോ. എന്തിനാ മുറുകെ പിടിക്കേണ്ടത്? അല്ലാഹുവിന്റെ പാശം അതിൽ മുറുകെ പിടിച്ചോ. ആദർശത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതേ ഒരുമയോടെ മുന്നേറണേ എന്ന് മാത്രം ഈ ഉള്ളവരോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ റബ്ബുൽ ആലമീൻ അന്തസ്സോടെ ജീവിച്ച്, അന്തസ്സോടെ ഈ ആദർശ രംഗത്ത് ജീവിച്ച്, ഈ ആദർശത്തിലായിക്കൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് സന്തോഷത്തോടെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പിരിയാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എത്രയോ ആളുകൾ ദുആയിരക്കണം എന്ന് വസിയത്ത് പറഞ്ഞവരുണ്ട്. അതേ ഈ ശബ്ദം ശ്രവിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുണ്ട്. ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവരുണ്ട്, രോഗശയ്യയിൽ കിടക്കുന്നവരുണ്ട്, തിയേറ്ററുകളിൽ ഓപ്പറേഷൻ കാത്തു കിടക്കുന്നവരുണ്ട്. അതേ ഒരുപാട് മനപ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടക്കണിയിൽ അകപ്പെട്ടവരുണ്ട്, ദാരിദ്ര്യത്തിൽ അകപ്പെട്ടവരുണ്ട്, മക്കൾക്ക് അനുയോജ്യമായ ഭർത്താക്കന്മാരെ കിട്ടാത്തത് കാരണത്താൽ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതേ ഒരുപാട് തർക്കങ്ങളുടെ പേരിൽ ഭിന്നിച്ച് കഴിയുന്നവരുണ്ട്. സർവശക്തനായ റബ്ബ് എല്ലാവർക്കും അതേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പ്രഭാഷകന്മാർ എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ആദർശത്തിൻ്റെ അതേ കൈത്തിരിയെന്നും ആവേശത്തോടെ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന നമ്മിലെ പ്രായമുള്ള എത്രയോ കാരണവന്മാരുണ്ട്, ഉമ്മമാരുണ്ട്. തേങ്ങിക്കരഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് റബ്ബേ നീ ഏറ്റവും വലിയ അന്തസ്സ് നിലനിർത്തി തരണേ എന്ന് പതിരാവുകളിൽ പ്രാർത്ഥിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്, സഹോദരീ സഹോദരന്മാരുണ്ട്. അതുകൊണ്ട് ആ അന്തസ്സ് നിങ്ങൾ ഏറ്റെടുക്കണേ, ആ അന്തസ്സിൻ്റെ പ്രബോധകരാവണേ. ആ അന്തസ്സതാ നിങ്ങൾ ചെന്നു ചേരുന്ന, നിങ്ങൾ താമസിക്കുന്ന മഹല്ലുകളിൽ ശക്തമായി തന്നെ അത് ഉയർത്തിപ്പിടിക്കണേ. അതേ അവസാന ശ്വാസം നിലക്കുവോളവും ഈ ആദർശത്തിൻ്റെ വക്താക്കളാണ്. വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഈമാനുണ്ടോ? ദുഃഖിക്കരുത് മക്കളെ, നിന്ദിതരാവരുത്, ദുഃഖഭാരം പേറിക്കൊണ്ട് നടക്കരുത്. അതേ അവഗണനയാണെന്ന് തോന്നരുത്. റബ്ബുണ്ട് സഹായത്തിന്. ആ ബോധത്തോടെ പ്രാർത്ഥനയോടെ മടങ്ങിപ്പോയിക്കോ. വാഹനങ്ങളിൽ കയറുമ്പോൾ ഈ വാഹനത്തെ ഞങ്ങൾക്ക് മെരുക്കി തന്ന, കീഴ്പ്പെടുത്തി തന്ന നാഥനോട് തസ്ബീഹ് ചൊല്ലിക്കോ. സുബ്ഹാനല്ലദീ سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في هذا السفر البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു പോയിക്കോ. നമുക്ക് വിദ്വേഷമില്ല, നമ്മുടെ മനസ്സിൽ ശാന്തിയാണ്, ദിക്റാണ് നമുക്കുള്ള പ്രതീക്ഷ. നാഥാ നിന്റെ തൗഹീദിന് വേണ്ടി എന്ത് കേട്ടാലും ഈ തൗഹീദിന്റെ കൊടി ഞങ്ങൾ താഴെ വെക്കില്ല. ഒറ്റക്കാണെങ്കിലും ഉറച്ചു നിന്നുകൊണ്ട് ആദർശ രംഗത്ത് ഞങ്ങൾ പോരാടും നാഥാ.
റബ്ബിനോട് മനമുരുകിക്കൊണ്ട് തേടിക്കൊണ്ട് പ്രവർത്തന ഗോതയിൽ സജീവമാകണേ. അല്ലാഹു നമ്മുടെ രക്ഷക്കുണ്ടാകും, പടച്ച റബ്ബിന്റെ കാവലുണ്ടാകും. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എവിടെ വെച്ച് നമ്മൾ മരിക്കുകയാണെങ്കിലും ഈമാനോടെ റബ്ബ് നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കൂടെ സന്തോഷത്തോടെ നമുക്കും അവർക്കും സ്വർഗലോകത്ത് ഒന്നിച്ചു ചേരാൻ സർവശക്ത നീ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.